സോ എല്ലാവർക്കും നമസ്കാരം, വെൽക്കം ടു ഏണസ്റ്റ് അക്കാഡമി. ഓക്കെ, എനിവേ നമ്മളുടെ ഇന്നത്തെ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ജൂനിയർ ഇൻസ്ട്രക്ടർ വെൽഡർ കോഴ്സുമായി ബന്ധപ്പെട്ട് മോഡ്യൂൾ 1ന്റെ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആണ്. സോ നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റിലേക്ക് പോകാം. ക്വസ്റ്റിനകത്ത് നമ്മൾ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു, അതിനുശേഷം നമുക്ക് അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു പോകുന്നു. സോ സംശയങ്ങളോ അല്ലെങ്കിൽ ഡൗട്ടുകളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കത് ക്ലിയർ ചെയ്ത് തന്നെ മുന്നോട്ട് പോകാം. ഓക്കെ ഫൈൻ. കഴിവതും ക്വസ്റ്റ്യൻ ഡിസ്കഷനുകൾ നിങ്ങൾക്ക് വളരെയധികം ഉപയോഗപ്രദമായിരിക്കും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് സെഷനിലേക്ക് പോകാം, നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് തന്നെ പോകാം. സോ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് വരാം. നമ്മളുടെ ടോപ്പിക്കിനകത്ത് നമുക്ക് മനസ്സിലാക്കേണ്ടത് സ്റ്റീൽ റൂള്, അതുപോലെ തന്നെ സ്ക്രൈബേഴ്സ്, പഞ്ചസ്, ഹാമർ, വൈസസ്, ചിസൽ, ക്ലാംസ്, ഹാക്സോ ബ്ലേഡ് അല്ലെങ്കിൽ ഹാക്സോ ഫ്രെയിം ബ്ലേഡ്, ദെൻ ഫയൽസ്. വളരെ കുറച്ച് ടൂളുകൾ മാത്രമേ ഇവിടെ കൊടുത്തിട്ടുള്ളൂ. സോ അത് മാക്സിമം നമുക്ക് ഫോക്കസ് ചെയ്ത് ഇത്തരത്തിൽ 90% നമുക്ക് ഈ പറയുന്ന തന്നിരിക്കുന്ന ടോപ്പിക്കിൽ നിന്ന് തന്നെയാവും ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യത കൂടുതൽ. അത് കൃത്യമായിട്ട് നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ ഫൈൻ, അതിലേക്ക് നമുക്ക് വരാം. സോ ഒന്നാമത്തെ ചോദ്യം നോക്കിയാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. എ സ്റ്റീൽ റൂൾ ഈസ് എ ഡാഷ്. എ സ്റ്റീൽ റൂൾ ഈസ് എ ഡാഷ്. ഡയറക്റ്റ് മാർക്കിംഗ് ഇൻസ്ട്രുമെന്റ്, ഡയറക്റ്റ് പ്രിസിഷൻ ഇൻസ്ട്രുമെന്റ്, ഡയറക്റ്റ് ചെക്കിംഗ് ഇൻസ്ട്രുമെന്റ്, ഡയറക്റ്റ് റീഡിംഗ് മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്. എന്താണ് ഈ ഒരു സ്റ്റീൽ റൂളുമായി ബന്ധപ്പെട്ട് വളരെ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത്? ഉത്തരം എന്തായിരിക്കും? എ, ബി, സി, ഡി. ഏതാണ്? ഓഡിബിൾ ആണോ? ഓപ്ഷൻ എ പറഞ്ഞിരിക്കുന്നു. ഡയറക്റ്റ് മാർക്കിംഗ് ഇൻസ്ട്രുമെന്റ്. ആർക്കെങ്കിലും ഇതിൽ നമുക്ക് ഇതിനെതിരെ അല്ലെങ്കിൽ മറ്റൊരു ആൻസർ ആർക്കെങ്കിലും ഉണ്ടോ? ഓപ്ഷൻ സി, ഡയറക്റ്റ് ചെക്കിംഗ് ഇൻസ്ട്രുമെന്റ്. ഓപ്ഷൻ സി ഡയറക്റ്റ് ചെക്കിംഗ് ഇൻസ്ട്രുമെന്റ്. കറക്റ്റ് ആണോ? ഓക്കെ, മെസ്സേജ് എനിക്ക് കാണാൻ കഴിയില്ല. ഫുൾ സ്ക്രീൻ ഇട്ടുകൊണ്ട് മെസ്സേജ് കാണാൻ കഴിയില്ല. നോക്കി ഏതായിരിക്കും? ഓപ്ഷൻ ഡി ഡയറക്റ്റ് റീഡിംഗ് മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്. ഓപ്ഷൻ ഡി ആണ് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ളത്. ഓപ്ഷൻ ഡി തന്നെയാണ് ഉത്തരമായിട്ട് വരിക. ശ്രദ്ധിച്ചേ, സ്റ്റീൽ റൂൾ എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു പ്രിസിഷൻ ഇൻസ്ട്രുമെന്റ് അല്ല. പ്രിസിഷൻ ഇൻസ്ട്രുമെന്റ് അല്ല എന്ന് പറയാൻ കാര്യം അതിന്റെ ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത് 0.5 mm ആണ്. 0.5 mm ആണ് എന്നുള്ളത് നമുക്കറിയാം. സോ അതൊരു ഡയറക്റ്റ് പ്രിസിഷൻ ഇൻസ്ട്രുമെന്റ് അല്ല എന്നുള്ളത് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. മാർക്കിംഗ് ഇൻസ്ട്രുമെന്റ് ആണോ? നമ്മൾ സ്ക്രൈബർ പോലെ മാർക്കിംഗ് ഇൻസ്ട്രുമെന്റ് ആണോ സ്റ്റീൽ റൂൾ എന്ന് പറഞ്ഞാൽ? അല്ല. ചെക്കിംഗ് ഇൻസ്ട്രുമെന്റ് ആണോ? എന്തെങ്കിലും ചെക്ക് ചെയ്യാൻ, ട്രൈ സ്കെയർ പോലെ എന്തെങ്കിലും ചെക്ക് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നതാണോ? അല്ല. അപ്പോ ഇത്തരത്തിൽ ഡയറക്റ്റ് മാർക്കിങ്ങും അല്ല, ഡയറക്റ്റ് ചെക്കിങ്ങും അല്ല. നമുക്കറിയാം റീഡിങ് അല്ല, ഇത്തരത്തിൽ മെഷർമെന്റിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നു അല്ലെ, ഇത്തരത്തിലുള്ള ലെങ്ത് മെഷർ ചെയ്യാൻ, ലീനിയർ മെഷർമെന്റിന് വേണ്ടിയിട്ട്, ലെങ്ത് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കറിയാം ലെങ്ത് അല്ലെ, നീളം, ലീനിയർ മെഷർമെന്റ് എന്നാണ് പറയുക അല്ലെ. ലീനിയർ മെഷർമെന്റ് അല്ലെങ്കിൽ ലെങ്ത് മെഷർ ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നു. അത് ഡയറക്റ്റ് ആണോ ഇൻഡയറക്റ്റ് ആണോ എന്നുള്ളൊരു സംശയം ചിലപ്പം വരുന്നുണ്ടാകും. സോ അത് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ഈ പറഞ്ഞ സ്റ്റീൽ റൂൾ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും? ഡയറക്റ്റ് ആയിട്ട് നമ്മൾക്ക് ആ ഒരു വാല്യൂ നമ്മൾ നേരിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും? റീഡ് ചെയ്യുന്നുണ്ടാകും. സോ അതുകൊണ്ട് തന്നെ ഒരു ഡയറക്റ്റ് റീഡിംഗ് മെഷറിംഗ് ഇൻസ്ട്രുമെന്റ് തന്നെയാണ് ഒരു സ്റ്റീൽ റൂൾ എന്ന് പറയുന്നത്. സംശയമുണ്ടോ? ആ പറഞ്ഞ ഉത്തരം പറഞ്ഞ ആൾക്ക് ക്ലിയർ ആയോ? അതായത് എയും സിയും പറഞ്ഞ ആൾക്കാർക്ക് ക്ലിയർ ആണോ? ഓക്കെ ആണോ? അടുത്ത ക്വസ്റ്റിലേക്ക് പോകാമോ? ഓക്കെ ഫൈൻ, അത് ക്ലിയർ ആയി വിചാരിക്കുന്നു. അപ്പോൾ അത് മനസ്സിലാക്കേണ്ട ഒരു ചോദ്യം തന്നെയാണ്, വളരെ ബേസിക് ആയിട്ട്. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. വാട്ട് ഈസ് ദ ആക്യുറസി? അത് ജൂനിയർ ഇൻസ്ട്രക്ടർ ഫിറ്ററിന് ചോദിച്ച, റീസെന്റ് നടന്ന എക്സാമിന് ചോദിച്ച ഒരു ചോദ്യം തന്നെയാണ്. What is the accuracy of steel rule in British system? ബ്രിട്ടീഷ് സിസ്റ്റം എന്ന് എടുത്തു പറയുന്നുണ്ട് അല്ലെ. സോ ബ്രിട്ടീഷ് സിസ്റ്റത്തിനകത്ത് ഒരു സ്റ്റീൽ റൂളിന്റെ ആക്യുറസി എത്രയാണ് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ 1/64 inch, ഓപ്ഷൻ ബി 1 inch, ഓപ്ഷൻ സി 1/32 inch, ഓപ്ഷൻ ഡി 1/24 inch. ഏതായിരിക്കും ഉത്തരം വരിക? ഏതായിരിക്കും? ആലോചിച്ച് നോക്കേ. ഓപ്ഷൻ എ 4 inch റൈറ്റ് ആൻസർ ആണ്. ഓപ്ഷൻ എ തന്നെയാണ്, സംശയമൊന്നും വേണ്ട. ഓപ്ഷൻ എ തന്നെയാണ്, 1/64 inch. അതുപോലെ തന്നെ നമുക്ക് പറയാം MM പറയുകയാണെന്നുണ്ടെങ്കിൽ 0.5 mm എന്ന് പറയുന്നത്. അപ്പൊ ഈ പറയുന്ന ആക്യുറസി തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. എന്ത്? ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത്. എന്താണ് ലീസ്റ്റ് കൗണ്ട്? LC അല്ലെങ്കിൽ ലീസ്റ്റ് കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? ആ ഒരു ഇൻസ്ട്രുമെന്റ് കൊണ്ട് നമുക്ക് ഏറ്റവും ചെറിയ റീഡിംഗ് എടുക്കാൻ സാധിക്കുന്നുണ്ടാകും. അതിനെയാണ് നമ്മൾ എന്ത് പറയാ? ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നുണ്ടാവുക. ഏറ്റവും ചെറിയ റീഡിംഗ് അല്ലെ. ഇത്തരത്തിൽ ഒരു ഇൻസ്ട്രുമെന്റ് കൊണ്ട്, ഇവിടെ സ്റ്റീൽ റൂൾ ആണെന്നുണ്ടെങ്കിൽ ആ സ്റ്റീൽ റൂളിന്റെ സഹായത്തോടു കൂടി നമ്മൾക്ക് എടുക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ നമുക്ക് റീഡ് ചെയ്യാൻ കഴിയുന്ന അല്ലെങ്കിൽ മെഷർ ചെയ്യാൻ കഴിയുന്ന ഏറ്റവും ചെറിയ ആ ഒരു എന്താണ് മെഷർമെന്റ് ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ എന്ത് പറയാ? ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നുണ്ടാവുക.
സോ അത് തന്നെയാണ് എന്താണ് ഇത്തരത്തിൽ ആക്യുറസി കൊണ്ട് ഉദ്ദേശിക്കുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ വാട്ട് ഈസ് ദ ആക്യുറസി ഓഫ് എ സ്റ്റീൽ റൂൾ ഇൻ ബ്രിട്ടീഷ് സിസ്റ്റം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ഉത്തരം എന്താണ്? 1/64 ഇഞ്ച് ആണെന്നുള്ളത് ഓർത്തിരിക്കാം. 1/64 ഇഞ്ച് എന്ന് പറയുന്നത് എന്താണ്? ഈ ഇഞ്ച് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ബ്രിട്ടീഷ് സ്റ്റാൻഡേർഡിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ലീനിയർ മെഷർമെന്റിന്റെ യൂണിറ്റ് ആണ് ഇഞ്ച് എന്ന് പറയുന്നത്. ഒരു ഇഞ്ച് എന്ന് പറഞ്ഞാൽ എത്ര സെന്റിമീറ്റർ ആണ്? ഒരു ഇഞ്ച് എന്ന് പറഞ്ഞാൽ എത്ര സെന്റിമീറ്റർ ആണ്? വേഗം പറഞ്ഞേ. 2.54. യെസ്, 2.54 അല്ലെ? സംശയമൊന്നുമില്ലല്ലോ ഇത്തരത്തിൽ. 2.54 സെന്റിമീറ്റർ ആണ് ഒരു ഇഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ 12 ഇഞ്ചാണ് എന്ത്? എത്ര ഫൂട്ട്? 12 ഇഞ്ചാണ് എത്ര അടി? ഒരടി. ഒരു ഫൂട്ട് എന്ന് പറയുന്നത് എന്താണ്? 12 ഇഞ്ചാണ് അല്ലെ? 12 ഇഞ്ച് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരടിയുടെ സ്കെയിലൊക്കെ ഉണ്ട് അല്ലെ? അതായത് ഏകദേശം 30 സെന്റിമീറ്റർ. നമുക്കറിയാലേ 30 സെന്റിമീറ്ററിന്റെ ഒക്കെ സ്കെയിൽ അല്ലെങ്കിൽ സ്റ്റീൽ റൂളുകൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. 30 സെന്റിമീറ്ററിന്റെ ഒക്കെ സ്റ്റീൽ റൂളുകൾ നമ്മൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പൊ ആ സ്റ്റീൽ റൂൾ എന്ന് പറയുന്നത് എന്താണ്? ബേസിക്കലി അത് ഒരടിയുടെ അല്ലെ, ഒരു ഫൂട്ടിന്റെ ആണ് ഇത്തരത്തിൽ ആ ഒരു സ്റ്റീൽ റൂൾ എന്ന് പറയുന്നുണ്ടാവുക. അതായത് 30 സെന്റിമീറ്റർ അല്ലെ. സോ അത് ബേസിക് ആയിട്ട് അറിഞ്ഞിരുന്നാൽ മതി. നമ്മൾ ഇത്തരത്തിൽ സ്റ്റാൻഡേർഡുമായി ബന്ധപ്പെട്ടാണ് മനസ്സിലാക്കേണ്ടത്. സോ ഇവിടെ 1/64 ആണെന്നുള്ളത് നമുക്കറിയാം. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ക്ലിയർ ആണെന്ന് കരുതുന്നു. മറ്റൊരു ചോദ്യം, സ്റ്റീൽ റൂൾ ആർ മെയ്ഡ് വിത്ത് സ്പ്രിംഗ് സ്റ്റീൽ, സ്റ്റെയിൻലെസ് സ്റ്റീൽ, ബോത്ത് A and B, HSS എന്ന് പറയുന്നത് ഹൈ സ്പീഡ് സ്റ്റീൽ ആണ് കേട്ടോ. ഹൈ സ്പീഡ് സ്റ്റീൽ. ഓക്കെ, ഫൈൻ. ഏതായിരിക്കും? പറഞ്ഞോളൂ. ഓപ്ഷൻ സി, അജീഷ് ടി ജി ഓപ്ഷൻ സി പറഞ്ഞിട്ടുണ്ട്. ബോത്ത് A and B. എല്ലാവർക്കും സി തന്നെയാണോ? അജീഷ് ഉണ്ട്, ഡിജിൻ, റോണി, ഇതിൻ, നിശാന്ത്. അറിയാവുന്ന ഉത്തരങ്ങൾ പറഞ്ഞോളൂ. ഇതിനകത്ത് തെറ്റിയാൽ നമുക്കുള്ള വിഷയമൊന്നുമില്ല. നിതിൻ, എല്ലാവരും ഉണ്ടല്ലോ. നിതിൻ, നന്ദൻ. ഓപ്ഷൻ സി യെസ് റൈറ്റ് ആൻസർ. ഓപ്ഷൻ സി റൈറ്റ് ആൻസർ തന്നെയാണ്. ബോത്ത് A and B അല്ലെ? ഇത്തരത്തിൽ സ്റ്റീൽ റൂള് എന്താണ്? സ്പ്രിംഗ് സ്റ്റീൽ കൊണ്ടും അതുപോലെ തന്നെ സ്റ്റെയിൻലെസ് സ്റ്റീൽ കൊണ്ടും എന്താണ് നിർമ്മിക്കാറുണ്ട്. സോ ഓപ്ഷൻ എയും ബിയും കറക്റ്റ് ആണ് കേട്ടോ. സ്റ്റീൽ റൂൾ എന്ന് പറയുന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് മനസ്സിലാവേണ്ട പ്രധാനപ്പെട്ട പോയിന്റുകളാണ് ഇവിടെ ആഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സ്റ്റീൽ റൂൾ ആർ മെയ്ഡ് വിത്ത് സ്പ്രിംഗ് സ്റ്റീൽ, സ്റ്റെയിൻലെസ് സ്റ്റീൽ. സംശയമൊന്നും വേണ്ട. സ്പ്രിംഗ് സ്റ്റീലും സ്റ്റെയിൻലെസ് സ്റ്റീലും കൊണ്ടാണ് നിർമ്മിക്കാറ്. സംശയമൊന്നും വേണ്ട. The rule are available in length 150, 300 and 600 mm. ഇത്തരത്തിൽ അതിന്റെ ലെങ്ത് 15 സെന്റിമീറ്റർ, 30 സെന്റിമീറ്റർ, 2 അടി അല്ലെന്നുണ്ടെങ്കിൽ 60 സെന്റിമീറ്റർ എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ 600 mm എന്നുള്ള രീതിയിൽ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ലെങ്തുകൾ അവൈലബിൾ ആണ്. റീഡിംഗ് ആക്യുറസി ഓഫ് സ്റ്റീൽ റൂൾ ഈസ് 0.5 mm. നമ്മൾ നേരത്തെ കണ്ടു 0.5 mm അല്ലെ? മെട്രിക് ആൻഡ് 1/64 ഇഞ്ച് ഇൻ ബ്രിട്ടീഷ് സ്റ്റാൻഡേർഡ് പ്രകാരം റീഡിംഗ് ആക്യുറസി അല്ലെന്നുണ്ടെങ്കിൽ ലീസ്റ്റ് കൗണ്ട്. It is necessary to read vertically to avoid error arising out of parallax. അതായത് പൊതുവെ നമ്മൾ ഇത്തരത്തിലുള്ള റീഡിംഗ് എടുക്കുമ്പോൾ നമുക്ക് നേരെ വെച്ചുകൊണ്ട് എടുക്കേണ്ടതായിട്ടുണ്ട്, അല്ലെങ്കിൽ പാരലാക്സ് എറർ അവിടെ ഉണ്ടാകും. അതായത് നമ്മൾ റീഡ് ചെയ്യുന്നതിനകത്തുള്ള ചെറിയ വേരിയേഷൻസ് എറർ ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് നമുക്ക് നേരെ വെച്ച് നമുക്ക് കൃത്യമായിട്ട് വെർട്ടിക്കലായിട്ട് പെർപെൻഡിക്കുലർ ആയിട്ട് വെച്ച് വേണം നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു റീഡിംഗ് എടുക്കേണ്ടതായിട്ടുള്ളത്. സോ ഒന്ന് മനസ്സിലാക്കുന്നത് അത് ഈ പാരലാക്സ് എറർ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ വെർട്ടിക്കലി നമ്മൾ റീഡിംഗ് ഉണ്ടാവും, അത് നോക്കി മനസ്സിലാക്കുക. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഒരാൾ മ്യൂട്ട് ചെയ്യാനുണ്ട്, അതുകൊണ്ടായിരിക്കും ചെറിയൊരു ഡിസ്റ്റർബൻസ് വരുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. അപ്പൊ അടുത്ത ഒരു ക്വസ്റ്റിലേക്ക് വരാം. ഓക്കെ, ദ വിഡ്ത്ത് ഓഫ് നാരോ സ്റ്റീൽ റൂൾ ഈസ് അപ്രോക്സിമേറ്റ്ലി ഡാഷ്. മറ്റൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ തന്നെയാണ്. ദ വിഡ്ത്ത് ഓഫ് നാരോ സ്റ്റീൽ റൂൾ ഈസ് അപ്രോക്സിമേറ്റ്ലി ഓപ്ഷൻ എ 6 mm, ഓപ്ഷൻ ബി 5 mm, ഓപ്ഷൻ സി 8 mm, ഓപ്ഷൻ ഡി 10 mm. ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ബേസിക് ആയിട്ടുള്ള സ്റ്റീൽ റൂൾ കണ്ടു. ഇനി ടൈപ്സ് ഓഫ് സ്റ്റീൽ റൂൾ ഓപ്ഷൻ ബി 5 mm കൊടുത്തിട്ടുണ്ട് അല്ലെ? ഓപ്ഷൻ ബി 5 mm. ഉത്തരം പറഞ്ഞു, ഒരാൾ പറഞ്ഞു. യെസ്, ഓപ്ഷൻ ബി 5 mm, ഓപ്ഷൻ എ 6 mm, ഓപ്ഷൻ സി 8 mm, ഓപ്ഷൻ ഡി 10 mm. ഓക്കെ, ഒന്ന് ഗസ് ചെയ്ത് നോക്കി. അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഗസ് ചെയ്ത് നോക്കി. അതായത് നാരോ ആയിരിക്കണം അല്ലെ? വളരെ നാരോ ആയിരിക്കണം. നാരോ സ്റ്റീൽ റൂൾ ഈസ് അപ്രോക്സിമേറ്റ്ലി എത്രയാണ് അതിന്റെ വിഡ്ത്ത്, അപ്രോക്സിമേറ്റ് വിഡ്ത്ത് എത്രയാണ് വരുന്നത് എന്നുള്ളതാണ് ചോദ്യം. ഗസ് ചെയ്ത് നോക്കി. ഗസ് ചെയ്ത് നോക്കി. യെസ്, റൈറ്റ് ആൻസർ എന്ത് തന്നെയാണ്? ഓപ്ഷൻ ബി തന്നെയാണ്. 5 mm തന്നെയാണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക അല്ലെ? നാരോ സ്റ്റീൽ റൂൾ ഈസ് അപ്രോക്സിമേറ്റ്ലി 5 mm ആണ് അതിന്റെ വിഡ്ത്ത് എന്ന് പറയുന്നത്. സോ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ പോയിന്റുകൾ ഒന്ന് ഓർത്തിരുന്നാൽ മതി. എന്താണ് ഈ നാരോ സ്റ്റീൽ റൂൾ എന്ന് ഉദ്ദേശിക്കുന്നത്? യെസ്, ഓപ്ഷൻ ബി ഡിഡിങ്
മോഹൻ, യെസ്, കറക്റ്റ് ആണ്. Yes, narrow steel rule is used to measure the depth of keyways and depth of smaller dia or blind holes of jobs where the ordinary steel rule cannot reach. അല്ലെ, ഇത്തരത്തിൽ സാധാരണഗതിയിൽ നമ്മുടെ കയ്യിലുള്ള ആ ഒരു സ്റ്റീൽ റൂള് എത്താൻ കഴിയാത്ത സ്ഥലങ്ങളിൽ നമുക്ക് എന്താണ് വളരെ നാരോ ആയിട്ടുള്ള സ്റ്റീൽ റൂൾ നമുക്ക് യൂസ് ചെയ്യാൻ കഴിയും. സോ അതിന്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി 5 mm അതിന്റെ തിക്നെസ് എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി 2 mm ആണെന്നുള്ളത് ഓർത്തിരിക്കാം. സോ ചോദിച്ചിട്ടുള്ള ഒരു പ്രീവിയസ് ഇയർ ചോദ്യമാണ്. ഇത്തരത്തിൽ എവിടെ യൂസ് ചെയ്യുന്നു? ചെറിയ ചെറിയ കീ വേസ്, വളരെ ചെറിയ ഡയമീറ്റർ ഹോളുകൾ, ബ്ലൈൻഡ് ഹോളുകൾ, അല്ലെ. അതുപോലെ തന്നെ അത്തരത്തിൽ സാധാരണഗതിയിൽ നമ്മുടെ കയ്യിലുള്ള സ്റ്റീൽ റൂൾ എത്തിച്ചേരാത്ത അല്ലെങ്കിൽ എത്താൻ കഴിയാത്ത സ്ഥലങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഇത്തരത്തിലുള്ള നാരോ സ്റ്റീൽ റൂളുകൾ നമുക്ക് യൂസ് ചെയ്യാൻ കഴിയും. ഓക്കെ ആണേ. അപ്പൊ അതാണത് നാരോ സ്റ്റീൽ റൂൾ. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട രണ്ട് പോയിന്റേ ഉള്ളൂ. അതിന്റെ വിഡ്ത്ത് 5 mm, അതിന്റെ തിക്നെസ് 2 mm. ഓക്കെ, അത് ഓർത്തിരിക്കണം, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ദ വിഡ്ത്ത് ഓഫ് സ്റ്റീൽ റൂൾ വിത്ത് എ ടേപ്പേർഡ് എൻഡ് അറ്റ് ദ എൻഡ് പോർഷൻ ഈസ് ഡാഷ്. അപ്പൊ മറ്റൊരു സ്റ്റീൽ റൂൾ നമ്മൾ പരിചയപ്പെടേണ്ടതായിട്ടുണ്ട്. എന്താണ്? സ്റ്റീൽ റൂൾ വിത്ത് ടേപ്പേർഡ് എൻഡ്. സ്റ്റീൽ റൂൾ വിത്ത് ടേപ്പേർഡ് എൻഡ്. ഇത്തരത്തിൽ നമുക്കറിയാം സ്റ്റീൽ റൂളിന്റെ ആ ഒരു എൻഡ് എങ്ങനെയായിരിക്കും? ഇത്തരത്തിൽ ടേപ്പേർഡ് ആയിട്ടുള്ള എൻഡ് ആയിരിക്കും ഉണ്ടാവുക. ടേപ്പേർഡ് ആയിട്ടുള്ള എൻഡ് ആയിരിക്കും. അതും ഇത്തരത്തിൽ ചെറിയ ചെറിയ വളരെ നാരോ ആയിട്ടുള്ള പോർഷനിലേക്കൊക്കെ നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ കഴിയുന്ന തരത്തിലാണ് ടേപ്പേർഡ് എൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, നിതിൻ ഒരു ഉത്തരം പറഞ്ഞിട്ടുണ്ട്, ഓപ്ഷൻ ബി പറഞ്ഞിട്ടുണ്ട്. നിതിൻ, എല്ലാവരും ബി യോജിക്കുന്നുണ്ടോ? ഓക്കെ, അപ്പൊ ചോദ്യം എന്താണ്? വിഡ്ത്ത് ഓഫ് സ്റ്റീൽ റൂൾ വിത്ത് ടേപ്പേർഡ് എൻഡ് അറ്റ് ദ എൻഡ് പോർഷൻ. ഈ പറഞ്ഞ എൻഡ് പോർഷനിൽ അതിന്റെ വിഡ്ത്ത് എത്രയാന്നുള്ളതാണ് ചോദ്യം. അതിന്റെ വിഡ്ത്ത് എത്രയാന്നുള്ളതാണ് ചോദ്യം. യെസ്, അപ്പൊ നിതിൻ പറഞ്ഞ ഉത്തരം 1/8 ഇഞ്ച് ആണ്. 1/8 ഇഞ്ച് ആണ് റൈറ്റ് ആൻസർ ആണ്. 1/8 ഇഞ്ച് തന്നെയാണ് നമ്മളുടെ ഉത്തരമായിട്ട് വരിക. 1/8 ഇഞ്ച് തന്നെയാണ് നമ്മളുടെ ഉത്തരമായിട്ട് വരുന്നുണ്ടാവുക. ഓക്കെ ആണ്, ക്ലിയർ ആണ്. അപ്പൊ എന്താണ് നമുക്ക് നോക്കാം. അപ്പൊ മറ്റൊരു സ്റ്റീൽ റൂൾ നമ്മൾ പരിചയപ്പെടുന്നു. സ്റ്റീൽ റൂൾ വിത്ത് ടേപ്പേർഡ് എൻഡ്. അല്ലെ, സ്റ്റീൽ റൂൾ വിത്ത് ടേപ്പേർഡ് എൻഡ്. അപ്പൊ ഈ ചിത്രത്തിൽ കൊടുത്തതുപോലെ തന്നെ നമുക്കറിയാം ഇതിന്റെ ആ ഒരു ടേപ്പേർഡ് എൻഡ് ഇവിടെ കാണാൻ സാധിക്കും, ടേപ്പർനെസ് ഇവിടെ കാണാൻ സാധിക്കും. ഏകദേശം 2 ഇഞ്ച് വരെ, അല്ലെ, 2 ഇഞ്ച് ഗ്രാജുവേഷൻസ് വരെ ഇങ്ങനെ ടേപ്പേർഡ് ആയിട്ട് പോകുന്നുണ്ടാകും. 2 ഇഞ്ച് ഗ്രാജുവേഷൻസ് വരെ ടേപ്പേർഡ് ആയിട്ട് പോകുന്നുണ്ടാകും. അതിനുശേഷം നമ്മൾ നോർമലായിട്ട് ഈ പറയുന്ന സ്റ്റീൽ റൂൾ ഇങ്ങനെ പോകുന്നുണ്ടാകും. ഓക്കെ, അപ്പോ എവിടം വരെയാണ് ഈ ടേപ്പർനെസ് ഉള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 ഇഞ്ച് വരെയാണ്. 2 ഇഞ്ച് ഗ്രാജുവേഷൻ വരെ ഈ ടേപ്പർനെസ് ഉണ്ടാകും. ഈ 2 ഇഞ്ച് മുതൽ നമ്മൾ ഈ പറയുന്ന 0 വരെ, അല്ലെ, 2 ഇഞ്ച് മുതൽ 0 വരെ എന്താണ്, അതിങ്ങനെ ടേപ്പറായിട്ട് ചെന്നിട്ട് ആ എൻഡ് പോർഷനിൽ എത്ര ഇഞ്ചാണ്, ആ എൻഡ് പോർഷനിലെ വിഡ്ത്ത് എത്ര ഇഞ്ചാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാണ്? 1/8, അല്ലെ, 1/8 ഇഞ്ചാണ് എന്നുള്ളത് ഓർത്തിരിക്കാം. ഓക്കെ ആണ്, ക്ലിയർ ആണ്. ഇത്തരത്തിൽ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഫൈൻ. അപ്പോ ഇത്തരത്തിൽ ആ ഒരു റൂളർ ഹാസ് എ ടേപ്പർ ഫ്രം 1/2 ഇഞ്ച് വിഡ്ത്ത് അറ്റ് 2 ഇഞ്ച് ഗ്രാജുവേഷൻ. ഇത്തരത്തിൽ മൊത്തത്തിൽ എന്താണ് ഇതിന് 1/2 ഇഞ്ച് വിഡ്ത്ത് ആണ് ഉള്ളത്. ഈ പറഞ്ഞ 2 ഇഞ്ച് മുതൽ എന്താണ് അത് കുറഞ്ഞു വന്ന് 1/8 ഇഞ്ച് ആയിരിക്കും അതിന്റെ എൻഡ് പോർഷനിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. സോ അത് ഓർത്തിരിക്കേണ്ടതായിട്ടുണ്ട്. അതാണ് സ്റ്റീൽ റൂൾ വിത്ത് ടേപ്പേർഡ് എൻഡ്. സ്റ്റീൽ റൂൾ വിത്ത് ടേപ്പേർഡ് എൻഡ്. ഓക്കെ, അപ്പോ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നാരോ സ്ലോട്ടുകൾ, ഗ്രൂവുകൾ, റിസസ്, ചെറിയ ചെറിയ റിസസ്, ഗ്രൂവ്സിനകത്തൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇൻസേർട്ട് ചെയ്തുകൊണ്ട് നമുക്കത് യൂസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ ആണേ, ക്ലിയർ ആണേ. അപ്പോ അതുമായി ബന്ധപ്പെട്ട് നമ്മളിപ്പോ സ്റ്റീൽ റൂൾ വിത്ത് ടേപ്പേർഡ് എൻഡ് പരിചയപ്പെട്ടു. മറ്റൊരു ചോദ്യത്തിലേക്ക് നമുക്ക് പോവാം. ചോദ്യം ഇതാണ്, ഷോർട്ട് സ്റ്റീൽ റൂൾ. മറ്റൊരു സ്റ്റീൽ റൂൾ ആണ് ഷോർട്ട് സ്റ്റീൽ റൂൾ. കൺസിസ്റ്റ് ഓഫ് എ സെറ്റ് ഓഫ് ഡാഷ് സ്മോൾ റൂൾ ടുഗദർ വിത്ത് എ ഹോൾഡർ. ചോദ്യം മനസ്സിലായ എല്ലാവർക്കും? ഷോർട്ട് സ്റ്റീൽ റൂൾ കൺസിസ്റ്റ് ഓഫ് എ സെറ്റ് ഓഫ് ഡാഷ് സ്മോൾ റൂൾ ടുഗദർ വിത്ത് എ ഹോൾഡർ. അപ്പൊ ഇവിടെ ഒരു ഹോൾഡർ ഉണ്ടെന്ന് മനസ്സിലായി. ആ ഹോൾഡറിലേക്ക് നമുക്ക് നമ്മളുടെ ആ ഒരു സ്റ്റീൽ റൂളിനെ മാറ്റി യൂസ് ചെയ്യാൻ കഴിയും. അപ്പോ ഇവിടെ എത്ര സെറ്റ് ഉണ്ട്, എത്ര എണ്ണം ഉണ്ട് എന്നുള്ളതാണ് ഇത്തരത്തിൽ മാറ്റി ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിൽ എത്ര എണ്ണം ഉണ്ട് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, ഷോർട്ട് സ്റ്റീൽ റൂൾ കൺസിസ്റ്റ് ഓഫ് സെറ്റ് ഓഫ് ഡാഷ് സ്മോൾ റൂൾ ടുഗദർ. യെസ്, ടുഗദർ വിത്ത് എ ഹോൾഡർ. റൈറ്റ് ആൻസർ ആണ്. ഓപ്ഷൻ സി പറഞ്ഞിട്ടുണ്ട്, അല്ലെ, ഓപ്ഷൻ സി പറഞ്ഞിട്ടുണ്ട്. ക്ലിയർ ആണ് എല്ലാവർക്കും? ഓപ്ഷൻ സി 5, അല്ലെ, റൈറ്റ് ആൻസർ ആണ് ഓപ്ഷൻ സി 5, അല്ലെ. 5 സെറ്റ് നമുക്ക് അവൈലബിൾ ആണ്. 5 സെറ്റ് അവൈലബിൾ ആണ്. ഓക്കെ, അപ്പൊ അതെന്താന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോ എന്താണ് ഈ ഷോർട്ട് സ്റ്റീൽ റൂൾ എന്നുള്ളത് നമുക്ക് പരിചയപ്പെടാം. എല്ലാവരും ഈ ചിത്രത്തിലേക്ക് നോക്കി. ഈ ചിത്രത്തിൽ നമുക്ക് ഒരു ഹോൾഡർ കാണാൻ സാധിക്കും. ഇതാണ് നമ്മൾ ഹോൾഡർ എന്ന് പറയുന്നത്, അല്ലെ, ഹോൾഡർ. അപ്പൊ ഹോൾഡറിനകത്ത് നമുക്ക് ഹോൾഡ് ചെയ്യാൻ കഴിയുന്ന തരത്തിൽ 1, 2, 3,
4, 5 അങ്ങനെ 5 സെറ്റ് ആരുണ്ട്? ചെറുതായിട്ടുള്ള ഷോർട്ടായിട്ടുള്ള സ്റ്റീൽ റൂളുകളുണ്ട് അല്ലെ. സോ 5 സ്മോൾ റൂൾ ടുഗദർ വിത്ത് എ ഹോൾഡർ അല്ലെ. ഒരു ഹോൾഡറിന്റെ സഹായത്തോടു കൂടി പിന്നെ ഹോൾഡറും അതോടൊപ്പം ഉണ്ടാവും 5 ചെറിയ റൂൾസും ഉണ്ടാവും അല്ലെ. അപ്പൊ അത്തരത്തിൽ 5 എണ്ണം ഉണ്ട് എന്നുള്ളത് മനസ്സിലായി. അപ്പൊ അതിന്റെ ലെങ്ത് 1/4 ഇഞ്ച്, 3/8 ഇഞ്ച്, 1/2 ഇഞ്ച്, 3/4 അല്ലെങ്കിൽ 3/4 ഇഞ്ച്, അതുപോലെ തന്നെ 1 ഇഞ്ച്. അങ്ങനെ എന്താണ് 5 സൈസിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ സൈസ് 1/4 ഇഞ്ച്, 3/8 ഇഞ്ച്, 1/2 ഇഞ്ച് അല്ലെങ്കിൽ 1/2 ഇഞ്ച്, 3/4 ഇഞ്ച്, 1 ഇഞ്ച്, അങ്ങനെ എന്താണ് 5 ലെങ്തുകളിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് എന്നുള്ളതും കൂടി മനസ്സിലാക്കിയിരിക്കുക. ഇതും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ചെറിയ ചെറിയ സ്ലോട്ടുകളിലും വലിയ സ്ലോട്ടുകളിലും ഒക്കെ നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ കഴിയുന്ന തരത്തിലാണ് അറേഞ്ച്മെന്റ് തന്നിരിക്കുന്നത്. ഓക്കെ ആണേ? ക്ലിയർ ആണേ? സോ അത് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. മറ്റൊരു ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഇത്രയും ചോദ്യങ്ങൾ ഓക്കെ ആണോ? സ്റ്റീൽ റൂളുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. ഓക്കെ ആണേ? യെസ്, ജിതിൻ മോഹൻ TM പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ഫൈൻ. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം ഇതാണ്. ഈ ചോദ്യം നോക്കി. എ ഷോർട്ട് സ്റ്റീൽ മെഷറിംഗ് റൂൾ is said to be graduated in 32 inch on the reverse side. This means dash. So 32nd on the reverse side. അതായത് നമ്മൾ നേരത്തെ കണ്ട മെഷറിംഗ് റൂളിന്റെ എന്താണ് അല്ലെങ്കിൽ എതിർവശം ഈ പറഞ്ഞ ഇതിൽ 32 ഗ്രാജുവേഷൻസ് ആയിട്ടാണ് അത് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. എതിർ സൈഡ് അല്ലെ, ഓപ്പോസിറ്റ് സൈഡ്. ഒരു സൈഡ് എന്ന് പറയുന്നത് 1/2 ഇഞ്ച് അല്ലെങ്കിൽ 1/4 ഇഞ്ച്, 3/8 ഇഞ്ച്, 1/2, 3/4, 1 ഇഞ്ച് ഒക്കെ ആണെന്നുള്ളത് കണ്ടു. അതിന് റിവേഴ്സ് സൈഡ്, അതിന് ജസ്റ്റ് ഓപ്പോസിറ്റ് സൈഡ് ഉണ്ടല്ലോ. ഓക്കെ, തിരിച്ചിട്ട് കഴിഞ്ഞാൽ അത് ഇത്തരത്തിൽ മൊത്തത്തിൽ 32 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും. അതെന്തുകൊണ്ടാണ് അങ്ങനെ, എന്തിനാണെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. സോ എ ഷോർട്ട് സ്റ്റീൽ മെഷറിംഗ് റൂൾ is said to be graduated in 30 seconds on the reverse side. This means dash. Option A കൊടുത്തിരുന്നത് the rule is divided into 32 equal parts along its total length. Option B, each inch on the rule is divided into 32 equal parts with the smallest division is equal to 1/32 inch. Option C, the rule can only measure up to 32 inches in the total length. Option D, the rule is marked only at 1/4 inch, 3/8 inch, 1/2 inch, 3/4 inch, 1 inch. എന്താണ് ആ ഒരു ഗ്രാജുവേഷൻസ് ഉദ്ദേശിക്കുന്നത്? എന്തായിരിക്കും കറക്റ്റ് ആൻസർ? എന്തായിരിക്കും? ഒന്ന് ഗസ് ചെയ്ത് നോക്കി, വായിച്ചിട്ട്. എന്താണ് നമ്മൾ ഇങ്ങനെ ഒരു ചോദ്യം നമുക്ക് കിട്ടിയെന്നിരിക്കട്ടെ, ഓപ്ഷൻ നമ്മൾ എക്സാം ഹോളിൽ കിട്ടി, ജസ്റ്റ് വായിച്ചു നോക്കി നമ്മളുടെ മനസ്സിൽ ആദ്യം വരുന്ന ഉത്തരം എന്താണ് ജസ്റ്റ് പറയുക. എന്തായിരിക്കും വരിക? ഓപ്ഷൻ ബി അല്ലെ. ഇതിന് നമ്മളുടെ ഇതിന്റെ മനസ്സിലേക്ക് വന്ന ഓപ്ഷൻ ബി ആണ്. സോ അജീഷിന്റെ മനസ്സിലേക്ക് ഉത്തരം വന്നത് ബി ആണ്. യെസ്, ബാക്കി എല്ലാവർക്കും എന്താണ് കിട്ടുക ഉത്തരം? എല്ലാവർക്കും എന്ത് തന്നെയാണ് ഉത്തരം? ബി തന്നെയാണ് അല്ലെ. റൈറ്റ് ആൻസർ ബി തന്നെയാണ്. റൈറ്റ് ആൻസറും ബി തന്നെയാണ്. അതായത് ഈച്ച് ഇഞ്ച് ഓൺ ദ റൂൾ ഇസ് ഡിവൈഡഡ് ഇൻടു 32 ഈക്വൽ പാർട്സ് വിത്ത് ദ സ്മോളസ്റ്റ് ഡിവിഷൻ ഇസ് ഈക്വൽ ടു 1/32 ഇഞ്ച് ആണെന്നത് ഓർത്തിരിക്കാം. യെസ്, റൈറ്റ് ആൻസർ ആണ്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞാണ് ഗ്രാജുവേറ്റഡ് ഇൻ 30 seconds on the reverse side of each rule. The scale is divided into 32 equal parts per inch അല്ലെ. പെർ ഇഞ്ച് ആയിട്ട് അവിടെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സോ അത് ഈച്ച് സ്മോളസ്റ്റ് ഡിവിഷൻ എന്ന് പറയുന്നത് ഓരോന്നും എന്തായിരിക്കും? 1/32 ഇഞ്ച് ആയിരിക്കും ഓരോ ചെറിയ ഡിവിഷനും എന്ന് പറയുന്നത്. ഓക്കെ, അത് മനസ്സിലാക്കിയിരുന്നാൽ മതി. ചോദ്യം അങ്ങനെ വന്നിട്ടൊന്നുമില്ല എങ്കിൽ തന്നെ നമുക്കൊന്ന് മനസ്സിലാക്കി വെക്കാം. ഇത്രയാണ് സ്റ്റീൽ റൂളുമായി ബന്ധപ്പെട്ട് നമുക്ക് മാക്സിമം മനസ്സിലാക്കാൻ അല്ലെങ്കിൽ മാക്സിമം ചോദ്യം വരാൻ സാധ്യതയുള്ളത് ഇത്രയാണ്. ഇതിനപ്പുറത്തേക്കൊന്നും വരാൻ സാധ്യത വളരെ വളരെ കുറവാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ, അതായത് എന്താണ് സ്റ്റീൽ റൂൾ, അതിന്റെ ആക്യുറസി എന്താണ്, അത് എന്ത് മെറ്റീരിയൽ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു, അതൊരു ഏത് തരത്തിലുള്ള മെഷറിംഗ് ഇൻസ്ട്രുമെന്റ് ആണ്, സോ അതിന്റെ ടൈപ്സുകൾ, പ്രധാനപ്പെട്ട ടൈപ്സുകൾ ഏതൊക്കെയാണ്, സോ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഏകദേശം ഒന്ന് കവർ ചെയ്ത് മാറിയിട്ടുണ്ട്. ഈ പറയുന്ന സ്റ്റീൽ റൂൾ എന്ന് പറയുന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? ഓക്കെ ആണോ? ഇത്രയും ക്വസ്റ്റ്യൻസ് ക്ലിയർ ആണോ? ഓക്കെ അജീഷെ, ഇതിനെ ഓക്കെ ക്ലിയർ ആണല്ലോ, സംശയമൊന്നും ഇല്ലല്ലോ. അപ്പൊ നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. ഇതിനെ ഓക്കെ ഡിതിൻ, എല്ലാവരും ഉണ്ടല്ലോ, എല്ലാവരും ഒന്ന് ആക്റ്റീവായിട്ട് ഇരുന്നല്ലോ. നീരജ്, അരുൺ, കുറെ അധികം ആൾക്കാരുണ്ട്. എല്ലാവരും നമുക്ക് നമ്മളുടെ ലക്ഷ്യം നല്ലൊരു ജോലിയിലേക്ക് എത്തുക എന്നുള്ളതാണ്, റാങ്ക് ലിസ്റ്റ് മുന്നിലേക്ക് എത്തുക. എല്ലാവരും നല്ല രീതിയിൽ തന്നെ പഠിച്ച് മുന്നോട്ട് പോവുക. അപ്പൊ മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം, ഐ ഹോൾ ഓഫ് എ ഹാമർ ഈസ് ഡാഷ്. ഐ ഹോൾ ഓഫ് എ ഹാമർ ഈസ് ഡാഷ്.
നമുക്കറിയാം ഹാമറിന്റെ പ്രധാനപ്പെട്ട ഒരു പാർട്ടാണ് ഹെഡ് എന്ന് പറയുന്നുണ്ടാവുക. സോ ഹാമർ ഹെഡിന്റെ സെൻട്രലായിട്ട് ഇത്തരത്തിലുള്ള ഒരു ഹോൾ ഉണ്ടാവും. ആ ഹോളിനെ വിളിക്കുന്ന പേരാണ് ഐ ഹോൾ എന്ന് പറയുന്നുണ്ടാവുക. ഈ ഐ ഹോൾ എന്താണ്, എങ്ങനെയാണെന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ കൊടുത്തിരിക്കുന്നത് സ്ട്രെയിറ്റ്, ഓപ്ഷൻ ബി ടേപ്പേർഡ് അറ്റ് ഹാൻഡിൽ, ഓപ്ഷൻ സി ടേപ്പേർഡ് ഫ്രം ബോത്ത് എൻഡ്, ഓപ്ഷൻ ഡി ടേപ്പേർഡ് ഫ്രം ദ ഫ്രണ്ട് എൻഡ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. യെസ്, ഓപ്ഷൻ ബി ടേപ്പേർഡ് അറ്റ് ഹാൻഡിൽ എൻഡ്, ടേപ്പേർഡ് അറ്റ് ഹാൻഡിൽ എൻഡ്. യെസ്, അരുൺ പി ആർ ഗിവൺ ഉത്തരം എന്താണ് തന്നിരിക്കുന്നത്? ടേപ്പേർഡ് ഫ്രം ഫ്രണ്ട് എൻഡ്, ടേപ്പേർഡ് ഫ്രം ഫ്രണ്ട് എൻഡ്. യെസ്, അപ്പൊ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഒരു ഏരിയ തന്നെയാണെന്ന് തോന്നുന്നു. അപ്പൊ ശ്രദ്ധിച്ച എല്ലാവരും, ഈ ഐ ഹോൾ ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ തന്നെയാണ്. ഐ ഹോൾ ഓഫ് എ ഹാമർ, ഇത് ഉത്തരം എന്താ വരിക? യെസ്, ഓപ്ഷൻ സി വിൽ ബി ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ സി, ടേപ്പേർഡ് ഫ്രം ബോത്ത് എൻഡ്, ടേപ്പേർഡ് ഫ്രം ബോത്ത് എൻഡ് എന്നുള്ളതാണ് നമ്മളുടെ ഉത്തരമായിട്ട് വരിക. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത്തരത്തിൽ എന്താണ്, ഇത്തരത്തിൽ ടേപ്പേർഡ് ഫ്രം ബോത്ത് എൻഡ് ആയിട്ടായിരിക്കും കാണുന്നുണ്ടാവുക. ഈ പറഞ്ഞ രണ്ട് ഭാഗത്തേക്കും ടേപ്പേർഡ് ആയിട്ടുള്ള രീതിയിൽ അല്ലെ, ഇത്തരത്തിൽ രണ്ട് ഭാഗത്തേക്കും ടേപ്പേർഡ് ആയിട്ടുള്ള രീതിയിലായിരിക്കും അത് മാനുഫാക്ചർ ചെയ്തിട്ടുണ്ടാവുക. ഓക്കെയാണ്. അപ്പൊ ഇത്തരത്തിൽ ഐ ഹോൾ എന്ന് പറയുന്നുണ്ടാവുക ഈ പറഞ്ഞ രണ്ട് ഭാഗത്തേക്ക്, അതായത് ഈ പറഞ്ഞ പുറത്തേക്ക്, അതായത് സെന്ററിൽ നിന്നും പുറത്തേക്ക് എന്തായിരിക്കും, ടേപ്പേർഡ് ആയിട്ടുള്ള രീതിയിലായിരിക്കും ഇരിക്കുന്നുണ്ടാവുക, ടേപ്പേർഡ് ആയിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. സോ അപ്പോൾ നമ്മുടെ ഉത്തരം എന്താ വരിക? ദാറ്റ് ഈസ് ഐ ഹോൾ ഓഫ് എ ഹാമർ ഈസ് ടേപ്പേർഡ് ഫ്രം ബോത്ത് എൻഡ്. അതായത് രണ്ട് ഭാഗത്തുനിന്നും ടേപ്പേർഡ് ആയിട്ട്, ഇപ്പൊ രണ്ട് ഭാഗത്തുനിന്നും ടേപ്പേർഡ് ആയിട്ട് അകത്തോട്ട് പോകുന്നു അല്ലെ. ഇപ്പൊ ഫ്രണ്ട് എൻഡിൽ നിന്നാണോ ഹാൻഡിൽ എൻഡിൽ നിന്നാണോ, രണ്ട് ഭാഗത്തു നിന്നും എന്താണ് അത് ടേപ്പേർഡ് ആയിട്ട് പോകുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം. അതൊന്ന് മനസ്സിലാക്കിയിരിക്കേണ്ടതായിട്ടുണ്ട്. ക്ലിയർ ആണെന്ന് കരുതുന്നു. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം, ചോദ്യവുമായി ബന്ധപ്പെട്ട്, ഹാമറുമായി ബന്ധപ്പെട്ട്. ഓക്കെ, മറ്റൊരു ചോദ്യം, വിച്ച് part of a hammer is meant for fixing the handle rigidly? ഹാൻഡില് കൃത്യമായിട്ട് റിജിഡായിട്ട് നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന, ഫിക്സ് ചെയ്യാൻ സഹായിക്കുന്ന പാർട്ട് ഏതാണ്? വിച്ച് പാർട്ട് ഓഫ് എ ഹാമർ ഈസ് മെന്റ് ഫോർ ഫിക്സിംഗ് ദ ഹാൻഡിൽ റിജിഡ്ലി? സംശയമൊന്നുമില്ല, എല്ലാവരും ഓരോ ഓപ്ഷൻ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്, അതിനകത്ത് വേരിയേഷൻ ഒന്നുമില്ല, അതിനകത്ത് പ്രത്യേകിച്ച് കൺഫ്യൂഷൻ ഒന്നുമില്ല. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ തന്നെയാണ്. ഈ അടുത്ത് നടന്ന ട്രേഡ്സ്മാൻ വെൽഡിങ് അല്ലെ, ട്രേഡ്സ്മാൻ വെൽഡറുമായി ബന്ധപ്പെട്ട് അല്ലെ ചോദിച്ചൊരു ചോദ്യം തന്നെയാണ്. അപ്പൊ നമ്മൾ നേരത്തെ കണ്ട 3 മാർക്കിനകത്ത് ഒരു ചോദ്യം ഇതായിരുന്നു, 3 മാർക്ക്, അതായത് ട്രേഡ്സ്മാൻ വെൽഡറുമായി ബന്ധപ്പെട്ട് 3 ചോദ്യത്തിനകത്ത് ഈ ഒരു ചോദ്യമായിരുന്നു ഇവിടെ വന്നിട്ടുള്ളത്. സോ വിച്ച് പാർട്ട് ഓഫ് ഹാമർ ഈസ് മെന്റ് ഫോർ ഫിക്സിംഗ് ദ ഹാൻഡിൽ റിജിഡ്ലി? ഹാൻഡിൽ വളരെ റിജിഡായിട്ട് നമുക്ക് ഫിക്സ് ചെയ്യാൻ സഹായിക്കുന്ന ഹാമറിന്റെ പാർട്ട് ഏതാണ്, ഹാമർ ഹെഡിന്റെ പാർട്ട് ഏതാണ്? യെസ്, ഓപ്ഷൻ എ ഐ ഹോള് തന്നെയാണ് നമുക്ക് ഉത്തരമായിട്ട് വരിക. ഐ ഹോള് തന്നെയാണ് ഉത്തരമായിട്ട് വരിക. ഓക്കെ, ഐ ഹോൾ തൊട്ട് മുന്നേ കണ്ടു അല്ലെ. ആ ഐ ഹോൾ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, രണ്ട് ഭാഗത്തേക്കും ടേപ്പേർഡ് ആയിട്ടുള്ള രീതിയിലായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. ഓക്കെ, ഫൈൻ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇവിടെ നമ്മുടെ ചിത്രത്തില് കൊടുത്തിരിക്കുന്ന, നമ്മുടെ ചിത്രത്തിൽ റോണി പോൾസൺ, ഡൗട്ട് ഉണ്ടോ? പറഞ്ഞോളൂ. അറിയാണ്ടായതാണോ? അറിയണ്ടായത്. ഓക്കെ, കുഴപ്പമില്ല റോണി. അപ്പൊ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, നമുക്ക് ക്ലിയർ ചെയ്ത് തന്നെ മുന്നോട്ട് പോകാം, യാതൊരു കുഴപ്പമില്ല. അതില് ഐ ഹോൾ എന്ന് പറയുന്ന സാധനം എവിടെയാണ്? നമ്മളുടെ ഹെഡില്, ഇതിനെയാണ് നമ്മൾ ഹാമർ ഹെഡ് എന്ന് പറയുന്നത്. അതിനെയാണ് ഹാമറിന്റെ ഹെഡ് പോർഷൻ എന്ന് പറയുന്നത്. ഇത് ഹാൻഡിൽ പോർഷൻ ആണ്. അതിന്റെ തന്നെ ഇത് തന്നിരിക്കുന്നത് ഒരു ബോൾ പീൻ ഹാമർ ആണ് അല്ലെ. ഇത്തരത്തിൽ അതിന്റെ പീൻ എന്ന് പറയുന്ന ഇതാണ്. സോ ഈ ഒരു പോർഷനാണ് നമ്മൾ പീൻ എന്ന് പറയുന്നുണ്ടാവുക, PEIN, പീൻ എന്ന് പറയുന്നുണ്ടാവുക. സോ അത് ഇവിടെ റൗണ്ട് തരത്തിലായതുകൊണ്ട് തന്നെ, ഇത്തരത്തിൽ റൗണ്ട് പോർഷൻ ആയതുകൊണ്ട് തന്നെ എന്താണ് വിളിക്കുക? ബോൾ പീൻ ഹാമർ എന്നാണ് വിളിക്കുക അല്ലെ, ബോൾ പീൻ ഹാമർ. ആ പീനിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡിനെ വിളിക്കുന്നവരാണ് ഫേസ് എന്ന് പറയുന്നുണ്ടാവുക. പിന്നീട് ഇത്തരത്തിൽ നമുക്ക് ഇവിടെ സെന്ററിൽ ഒരു ഹോള് കാണാൻ സാധിക്കും. ഇത്തരത്തിൽ അകത്ത് നമുക്ക് എന്താണ് ഇങ്ങനെ ഒരു ഹോൾ ഉണ്ടെന്ന് നമ്മൾ കണ്ടു. ആ ഹോളാണ് ഐ ഹോൾ എന്ന് പറയുന്നത്. അതിലേക്ക് നമ്മൾ വെഡ്ജ് അല്ലെങ്കിൽ ആപ്പ് വെച്ചിട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, അത് കൃത്യമായിട്ട് ടൈറ്റ് ചെയ്ത് മാറ്റുന്നുണ്ടാവും. എനിവേ, അത് മനസ്സിലാക്കിയിരിക്കാം. പിന്നീട് പോൾ എന്ന് പറയുന്ന പോർഷൻ നമുക്ക് ഈ ഒരു സർഫസിൽ കാണാൻ സാധിക്കും. പോൾ എന്ന പോർഷനാണ് ഈ ഒരു സർഫസിനെ വിളിക്കുന്നുണ്ടാവുക. ദെൻ ഇതിന് ഇടയിലായിട്ടുള്ള, അതായത് പീനും ഫേസിനും ഇടയിലായിട്ടുള്ള നമുക്ക് ഒരു പോർഷൻ ഉണ്ടാവും, ചീക്ക് എന്ന് പറയുന്ന പോർഷൻ ഉണ്ടാകും. സോ അവിടെയാണ് നമ്മുടെ കമ്പനി പേരും അല്ലെങ്കിൽ എത്ര കിലോയാണെന്നോ മറ്റ് കമ്പനിയുടെ പേരോ മറ്റു കാര്യങ്ങളോ ഒക്കെ സ്റ്റാമ്പ് ചെയ്തിട്ടുണ്ടാവുക. ചീക്ക് എന്ന് പറയുന്ന പോർഷനാണ്. കാര്യം അവിടെ സോഫ്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു പോർഷനാണ്. അവിടെ നമുക്ക് ഇത്തരത്തിൽ ഇംപ്രഷൻ നമുക്ക് കൊടുക്കാൻ സാധിക്കും. ഓക്കെ, അപ്പൊ എനിവേ, ഐ ഹോൾ ഈസ് മെന്റ് ഫോർ ഫിക്സിംഗ് ദ ഹാൻഡിൽ. I is shaped to fit the handle rigidly. The wedges fix the handle in the eye hole. Wedges ഉണ്ടാവും അല്ലെ, നമ്മൾ തൊട്ട് മുന്നേ ചിത്രത്തിൽ കണ്ട വെഡ്ജ്, ഇതാണ് നമ്മുടെ വെഡ്ജ്
വെഡ്ജ് അവിടെ ഉണ്ടാകും. ഫൈൻ. അപ്പൊ അത്തരത്തിലാണ് അത് മനസ്സിലാക്കേണ്ടത്. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. വിച്ച് ഹാമർ ഈസ് യൂസ്ഡ് ഫോർ ഡ്രൈവിംഗ് എ ചിസൽ ഇൻ പാർട്ടിംഗ് മെറ്റൽ? സോ മെറ്റൽസ് ഒക്കെ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് ചിസൽസ് യൂസ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, ചിസൽസ് ആർ യൂസ്ഡ് ഫോർ കട്ടിങ് അല്ലെ, ചിപ്പിങ്, കട്ടിങ്, അതിനൊക്കെ നമ്മൾ ചിസൽ എന്ന് പറയും. നമ്മൾ വഴിയെ നമ്മൾ മനസ്സിലാക്കും. ചിസൽ നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്, മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ചിസൽ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് അതിനെ ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ ഏത് ഹാമർ യൂസ് ചെയ്യുന്നുള്ളതാണ് ചോദ്യം. ജനറലി ഏത് ഹാമർ യൂസ് ചെയ്യുന്നു? സോ വിച്ച് ഹാമർ ഈസ് യൂസ്ഡ് ഫോർ ഡ്രൈവിംഗ് എ ചിസൽ ഇൻ പാർട്ടിംഗ് മെറ്റൽസ്? മെറ്റൽസ് നമ്മൾ രണ്ടായിട്ട് കട്ട് ചെയ്യാൻ സഹായിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ചിപ്പ് ചെയ്യാനൊക്കെ നമ്മൾ ചിസൽസ് യൂസ് ചെയ്യാറുണ്ട്. ആ സമയത്ത് ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഹാമർ ഏതാണ്? യെസ്, ഓപ്ഷൻ സി. എല്ലാവർക്കും ഓപ്ഷൻ സി തന്നെയാണ്. അപ്പോൾ അതിനകത്ത് പ്രത്യേകിച്ച് കൺഫ്യൂഷൻ ഒന്നും ഇല്ല. യെസ്, റൈറ്റ് ആൻസർ വിൽ ബി എന്താണ്? ബോൾ പീൻ ഹാമർ തന്നെയാണ്. തൊട്ട് മുന്നേ കണ്ട ചിത്രത്തിലുള്ള ആ ഒരു ഹാമർ തന്നെയാണ് ബോൾ പീൻ ഹാമർ എന്ന് പറഞ്ഞിട്ടുണ്ടാവുക. So ball peen hammer are used in general work in machine fitting shop. ഇത്തരത്തിൽ ജനറൽ ആയിട്ടുള്ള മെഷീൻ ഷോപ്പിൽ അല്ലെങ്കിൽ ഫിറ്റിംഗ് ഷോപ്പിലൊക്കെ പൊതുവെ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ കോമൺ ആയിട്ട് കൂടുതൽ യൂസ് ചെയ്യപ്പെടുന്ന ഒരു ഹാമർ തന്നെയാണ് ബോൾ പീൻ ഹാമർ എന്ന് പറയുന്നുണ്ടാവുക. ഓക്കെ, ഫൈൻ. അപ്പൊ ഇത് നമ്മൾ നേരത്തെ കണ്ട ആ ഒരു ഹാമറിന്റെ ഹെഡ്, ഇതാണ് നമ്മുടെ ഹെഡ് എന്ന് പറയുന്നത്. അതിന്റെ ഓരോ പാർട്ടുകൾ ഇതാണ്. നമ്മൾ പീൻ എന്ന് പറയുമ്പോൾ കണ്ടില്ല, പീൻ ഉണ്ട്. ഇവിടെ നമുക്ക് വെഡ്ജ് കാണാൻ സാധിക്കും. അതിനകത്ത് ഈ ഹോളിനാണ് ഐ ഹോൾ എന്ന് പറയുന്നുണ്ടാവുക. ഇതിനാണ് ഒരു ഫേസ് എന്ന് പറയുന്നുണ്ടാവുക. ഇതിനാണ് ചീക്ക് എന്ന് പറയുന്നുണ്ടാവുക. ഓക്കെ, ഇതൊക്കെ നമ്മൾ പഠിച്ചു അല്ലെ. ഇത്തരത്തിൽ ബോൾ പീൻ ഹാമർ പൊതുവെ യൂസ് ചെയ്യുന്നുണ്ടാവുക. ദാറ്റ് ഈസ് പീൻ ഹാമർ ഈസ് യൂസ്ഡ് ടു ഡ്രൈവ് എ ചിസൽ ഇൻ പാർട്ടിംഗ് മെറ്റൽസ്. ഇത്തരത്തിൽ മെറ്റൽസ് പാർട്ട് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ രണ്ടായിട്ട് മുറിക്കുന്ന സമയത്ത് നമ്മൾ പൊതുവെ ബോൾ പീൻ ഹാമർ യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ വളരെ ഇമ്പോർട്ടന്റ് ആണ് റിവെറ്റിംഗ്. ഇത്തരത്തിൽ നമ്മളുടെ ആ ഒരു റിവെറ്റിന്റെ ഹെഡൊക്കെ നമുക്ക് ആ ഒരു ഷേപ്പിലേക്ക് എത്തിക്കാൻ നമ്മളെ സഹായിക്കുന്ന പീൻ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും അല്ലെ. സോ ബോൾ പീൻ ഹാമർ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാകും? ആ ഒരു റിവെറ്റിന്റെ ഷേപ്പ് അല്ലെ നമുക്ക് എത്തിക്കാൻ സാധിക്കും. അപ്പൊ അത്തരത്തിലൊക്കെ യൂസ് ചെയ്യാറുണ്ട് ബോൾ പീൻ ഹാമർ എന്നുള്ളത് മനസ്സിലാക്കിയിരുന്നാൽ മതിയാകും. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം ഇതാണ്. From the below statement, we choose the correct one regarding the classification of hammer. Okay, മറ്റൊരു ക്വസ്റ്റ്യനിലേക്ക് വരികയാണ് നമ്മൾ. ഹാമറിന്റെ ക്ലാസിഫിക്കേഷൻ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ളതാണ് ചോദ്യം. So from below statement, choose the correct one regarding the classification of hammer. Shape of head. Option B, size of face. Yes, Abhijit VS. Length of handle. Then shape of peen. Yes, സംശയമൊന്നും വേണ്ട. ഷേപ്പ് ഓഫ് പീൻ അല്ലെ, പീനിന്റെ ഷേപ്പ് അനുസരിച്ചാണ്. ഓപ്ഷൻ ഡി ആണ് നമ്മളുടെ ഉത്തരമായിട്ട് വരിക. യെസ്, ഓപ്ഷൻ ഡി ആണ് നമ്മളുടെ ഉത്തരമായിട്ട് വരുന്നുണ്ടാവുക. ഓക്കെ, സജിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ? എന്തെങ്കിലും സംശയം ഉണ്ടോ? അറിയേണ്ടതാണോ? ഷേപ്പ് ഓഫ് പീൻ ആണ് നമ്മളുടെ ഉത്തരമായിട്ട് വരുന്നുണ്ടാവുക. അപ്പൊ ഇത്തരത്തിൽ ഈ ചിത്രത്തിൽ കൊടുത്തിരിക്കുന്ന പോലെ ബോൾ പീൻ ഉണ്ട്. സോ ഇതാണ് നമ്മുടെ ബോൾ പീൻ ഹാമർ ആണ് തന്നിരിക്കുന്നത്. ഓക്കെ, ഈ ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നത് എന്താ? ഇതാണ് ഹാൻഡിൽ എന്നുണ്ടെങ്കിൽ ഹാൻഡിലിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സോ ദാറ്റ് മീൻസ് ഇതാണ് ക്രോസ് പീൻ ഹാമർ. ഇത് നമുക്കറിയാം സ്ട്രെയിറ്റ് പീൻ ഹാമർ. ഇതിൽ പീനിന്റെ അടിസ്ഥാനത്തിൽ വളരെ ബേസിക് ആയിട്ട് ബോൾ പീൻ, അതുപോലെ തന്നെ ക്രോസ് പീൻ ഉണ്ട്, അതുപോലെ തന്നെ സ്ട്രെയിറ്റ് പീൻ ആയിട്ടുള്ള ഹാമറുകൾ ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം. സംശയമൊന്നുമില്ല എന്ന് കരുതുന്നു. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം ഇതാണ്. Which hammer is used to spread metal in one direction at right angles to the line of striking? Question മനസ്സിലാക്കി വായിച്ചു നോക്കി. ചോദ്യം എന്താണ്? Which hammer is used to spread metal in one direction? ഓക്കെ, അഭിജിത്ത്, നിതിൻ. ഓക്കെ, അതിനകത്തൊരു സംശയം ഉണ്ട് അല്ലെ, എയും ബിയും തമ്മിലൊക്കെ എന്തൊരു സംശയം ഉണ്ട്. ഓക്കെ, ഫൈൻ. നമുക്കത് ക്ലിയർ ആക്കാം. അപ്പൊ നോക്കി, ചോദ്യം എന്താണ്? വിച്ച് ഹാമർ ഈസ് യൂസ്ഡ് ടു സ്പ്രെഡ് മെറ്റൽ ഇൻ വൺ ഡയറക്ഷൻ അറ്റ് റൈറ്റ് ആംഗിൾ ടു ദ ലൈൻ ഓഫ് സ്ട്രൈക്കിംഗ്? നമ്മൾ സ്ട്രൈക്ക് ചെയ്യുന്ന ആ ഒരു ലൈനിന് പെർപെൻഡിക്കുലർ ആയിട്ട് അല്ലെങ്കിൽ റൈറ്റ് ആംഗിൾ ആയിട്ട് നമ്മൾ മെറ്റൽ സ്പ്രെഡ് ആകുന്നു എന്ന് കൺസിഡർ ചെയ്യാം. ഫോർ എക്സാമ്പിൾ എന്താണ്, നമ്മൾ നേരത്തെ കണ്ട ആ ഒരു ഹെഡ് തന്നെ കൺസിഡർ ചെയ്യാം. അപ്പോ ഈ ഒരു ചിത്രം നോക്കി നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചേ. ഈ ഒരു ചിത്രത്തിൽ ഇതാണ് നമ്മളെ ഹാൻഡിൽ എന്ന് കൺസിഡർ ചെയ്യുക. ഇതാണ് നമ്മുടെ ഹാൻഡിൽ. ഞാൻ ഈ ഹാൻഡിൽ വെച്ച് നമ്മൾ എന്ത് ചെയ്തു? ഇത്തരത്തിൽ ഹാമറിനെ ഇവിടെ മെറ്റീരിയൽ കൊണ്ടെന്നിരിക്കട്ടെ, ഇവിടെ മെറ്റീരിയൽ ഉള്ളിക്കൊണ്ട് ഞാൻ എന്ത് ചെയ്തു? ഹാമർ വെച്ച് സ്ട്രൈക്ക് ചെയ്തു. എങ്ങനെ ആയിരിക്കും അതിന്റെ ആ ഒരു മെറ്റൽ സ്പ്രെഡ് നടക്കുന്നത്? എങ്ങനെയായിരിക്കും? അതായത് ഞാൻ ഇവിടെ ഹിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കുറച്ച് മെറ്റൽ ഇങ്ങോട്ട് പോകുന്നുണ്ടാവും, കുറച്ച് മെറ്റൽ ഇങ്ങോട്ട് പോകുന്നുണ്ടാവും. സംശയമുണ്ടോ? ഈ പറഞ്ഞതിനകത്ത് സംശയമുണ്ടോ?
അതായത് ഞാൻ ഈ പറയുന്നത് എന്ത് ടൈപ്പാണ്? ക്രോസ് പീൻ ഹാമർ ആണ്. ക്രോസ് പീൻ ഹാമർ. ഈ ക്രോസ് പീൻ ഹാമർ വെച്ച് ഞാൻ സ്ട്രൈക്ക് ചെയ്ത സമയത്ത് ആ ഒരു സ്ട്രൈക്കിംഗ് ലൈൻ എന്ന് പറയുന്നത് ഇതാണ്. ആ സ്ട്രൈക്കിംഗ് ലൈനിന് പാരലായിട്ടല്ലേ നമ്മളുടെ ആ ഒരു മെറ്റൽ സ്പ്രെഡ് നടക്കുന്നുണ്ടാവുക. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈ ഒരു മെറ്റലിലേക്ക് ആ ഒരു പോർഷൻ വന്നിങ്ങനെ എന്താണ് സ്ട്രൈക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ ഉള്ള മെറ്റൽ എങ്ങോട്ടായിരിക്കും മൂവ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടാവുക? മുന്നോട്ടും പിന്നോട്ടും അല്ലേ? സംശയമുണ്ടോ? ഓക്കെ ആണോ? ഇത് ക്ലിയർ ആണോ? അതായത് ലൈൻ ഓഫ് സ്ട്രൈക്കിങ്ങിന് പാരലായിട്ടല്ലേ മൂവ് ചെയ്യുന്നുണ്ടാവുക മെറ്റീരിയൽ, അല്ലെങ്കിൽ സ്പ്രെഡ് ചെയ്യുന്നുണ്ടാവുക മെറ്റീരിയൽ. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ ആണ്. ഓക്കെ, അപ്പോൾ അത് പാരലാണെന്ന് മനസ്സിലായി. ഇതേ സംഗതി നമ്മൾ എന്ത് ചെയ്തു? തൊട്ടടുത്തിരിക്കുന്ന മറ്റൊരാളെ എടുപ്പിക്കാം നമുക്ക്. ഇവിടെ എന്താണ് സ്ട്രെയിറ്റ് പിൻ നമ്മുടെ കയ്യിലുണ്ടല്ലോ. സ്ട്രെയിറ്റ് പിൻ നമ്മുടെ ഹാൻഡിൽ ഇവിടെ ഉണ്ടല്ലോ. നമ്മൾ എന്ത് ചെയ്തു? സ്ട്രൈക്ക് ചെയ്യാൻ അല്ലേ, മുകളിലേക്ക് കൊണ്ടുവന്നിട്ട് സ്ട്രൈക്ക് ചെയ്തു. സോ നമ്മളുടെ മെറ്റീരിയൽ ഇവിടെ ഉണ്ട്. അപ്പോ സ്ട്രൈക്ക് ചെയ്യുന്നതിന്റെ ലൈൻ ഇതാണ്. സ്ട്രൈക്ക് ചെയ്യുന്ന ലൈൻ ഇങ്ങനെയാണ്. ലൈൻ ഓഫ് സ്ട്രൈക്കിംഗ് ചെയ്യുന്ന സമയത്ത് ഇവിടെ എന്താണ് മെറ്റീരിയൽ ഇങ്ങോട്ടല്ലേ സ്പ്രെഡ് ചെയ്യുന്നുണ്ടാവുക. അതായത് ലൈൻ ഓഫ് സ്ട്രൈക്കിങ്ങിന് പെർപെൻഡിക്കുലർ ആയിട്ടല്ലേ മെറ്റീരിയൽ സ്പ്രെഡ് ചെയ്യുന്നുണ്ടാവുക. പെർപെൻഡിക്കുലർ ആയിരിക്കില്ലേ, അല്ലെങ്കിൽ 90 ഡിഗ്രി ആയിരിക്കില്ലേ ആ ഒരു മെറ്റീരിയൽ സ്പ്രെഡ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഇതിനൊക്കെയാണ് അല്ലെ. ഇനി നമുക്ക് ചോദ്യത്തിലേക്ക് വരാം. ഇനി ചോദ്യം ഒന്ന് വായിച്ചു നോക്കിയേ എല്ലാവരും. വിച്ച് ഹാമർ is used to spread metal in one direction at a right angle to the line of striking. Option A, straight pin. Option B, cross pin. Option C, ball pin. Option D, claw hammer. ഉത്തരം ഏതായിരിക്കും? യെസ്, ഉത്തരം എ ആണ്. ഇപ്പൊ എല്ലാവർക്കും തന്നെയല്ലേ? സംശയമൊന്നുമില്ലല്ലോ. ഓപ്ഷൻ ഏതാണ് നമ്മൾ ഉത്തരം? ഓപ്ഷൻ എ, സ്ട്രെയിറ്റ് പീൻ ഹാമർ ആണ്. വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ കരുതിയ കാര്യങ്ങളാണ്. പക്ഷെ ചിലപ്പോൾ സംശയങ്ങൾ ഉണ്ടാകും, ഡൗട്ടുകൾ ഉണ്ടാകും. അപ്പൊ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നമുക്ക് എക്സാം ഹാളിൽ ചെന്നിരിക്കുമ്പോൾ കുറച്ചുകൂടെ കൺഫ്യൂസിംഗ് ആയിട്ട് തോന്നും. ഇപ്പൊ നമ്മൾ മൈൻഡ് റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കുന്നുണ്ടാവും അല്ലെ, പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നുമില്ല, ജസ്റ്റ് കേൾക്കുക, മനസ്സിലാക്കുക. എന്നാൽ നമ്മൾ എക്സാം ഹാളിൽ ഇരിക്കുമ്പോൾ നമ്മളുടെ മെന്റാലിറ്റി ഇങ്ങനെ ആവില്ല. ഓക്കെ, ഇതിനകത്ത് പുതുതായിട്ട് പരീക്ഷ എഴുതുന്നവരുണ്ടാകും, കുറേയധികം നന്നായിട്ട് പരീക്ഷ എഴുതിയ ആൾക്കാരുണ്ടാകും. അപ്പൊ അത് അവർക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത്തരത്തിൽ നമ്മളിപ്പോൾ ഇരിക്കുന്ന ഒരു മാനസിക അവസ്ഥ ആയിരിക്കില്ല നമ്മൾ എക്സാം ഹാളിൽ ചെന്നിരിക്കുന്ന സമയത്ത്. നമുക്ക് വളരെയധികം പ്രഷർ ഉണ്ടാകും. കാര്യം നമ്മൾ നന്നായിട്ട് വർക്ക് ചെയ്തിട്ട് നമുക്ക് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യണം, അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റിൽ ഇടം നേടണം, അല്ലെങ്കിൽ ഒന്നാമത്തെ റാങ്ക് ലഭിക്കണം എന്നുള്ള രീതിയിലായിരിക്കും നമ്മൾ ആ എക്സാം ഹാളിൽ വന്നിരിക്കുന്നുണ്ടാവും. വളരെയധികം പ്രഷർ ഉണ്ടാവും. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസ് പല ക്വസ്റ്റ്യൻസും നമ്മൾ കൃത്യമായിട്ട് നമ്മൾ വായിക്കുന്നുണ്ടാവും, പക്ഷെ നമ്മൾ മനസ്സിലേക്ക് എത്തുന്നുണ്ടാവുക മറ്റൊരു രീതിയിലായിരിക്കും. സോ വളരെ കെയർഫുൾ ആയിട്ട് വേണം ഓരോ ക്വസ്റ്റ്യൻസും വായിച്ച്, ഓരോ ക്വസ്റ്റ്യൻസിന്റെയും ഓപ്ഷൻസുകൾ വായിച്ച് മുന്നോട്ട് പോകേണ്ടത് കേട്ടോ. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഇത്തരത്തിലുള്ള മോക്ക് ടെസ്റ്റുകൾ നമ്മൾ മാക്സിമം നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ അക്കാഡമിയിൽ തന്നെയാണ്, എനസ്റ്റ് അക്കാഡമിയുടെ ആപ്ലിക്കേഷനകത്ത് കുറേയധികം മോക്ക് ടെസ്റ്റുകൾ കൊടുത്തിട്ടുണ്ട്. സോ ആ മോക്ക് ടെസ്റ്റുകളൊക്കെ വളരെ നമ്മൾ എക്സാം ഹാളിൽ എങ്ങനെ ഇരുന്ന് എഴുതുന്നോ അതേപോലെ തന്നെ ഇരുന്ന് വേണം നമ്മൾ എഴുതേണ്ടതായിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അങ്ങനെ ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം, ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യാം കേട്ടോ മാക്സിമം. അപ്പൊ എനിവേ നമ്മളുടെ ഇവിടെ ഉത്തരം സ്ട്രെയിറ്റ് പിൻ ഹാമർ തന്നെയാണ്, സംശയമൊന്നുമില്ല. അപ്പോൾ ഇത്തരത്തിൽ ബോൾ പിൻ ഹാമർ ഓൾറെഡി നമ്മൾ കണ്ടു. റിവറ്റ് അല്ലെങ്കിൽ റിവറ്റിംഗ് പർപ്പസുകൾക്കും, അല്ലെങ്കിൽ നമ്മൾ ജനറലൈസ് ആയിട്ടുള്ള ചിപ്പിംഗ് അല്ലെങ്കിൽ ചിസൽസിനൊക്കെ നമ്മൾ സാധാരണ ബോൾ പിൻ ഹാമർ യൂസ് ചെയ്യാറുണ്ട്. ക്രോസ് പിൻ, സോ ക്രോസ് പിൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് പാരലൽ, ദാറ്റ് ഈസ് ലൈൻ ഓഫ് സ്ട്രൈക്കിങ്ങിന് പാരലായിട്ടായിരിക്കും മെറ്റൽ സ്പ്രെഡ് ചെയ്യുന്നുണ്ടാവുക. സ്ട്രെയിറ്റ് പിൻ എന്ന് പറയുമ്പോൾ അത് വൺ ഡയറക്ഷൻ റൈറ്റ് ആംഗിൾ ടു ദ ലൈൻ ഓഫ് സ്ട്രൈക്കിംഗ് ആണ്. സ്ലെഡ്ജ് ഹാമർ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്മിത്തിയിലൊക്കെ അല്ലെ, സ്മിത്തി ഷോപ്പൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടാവും. സ്മിത്തിയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ വളരെ വെയിറ്റ് കൂടിയിട്ടുള്ള 1.5-2.5 കിലോഗ്രാം ഒക്കെ ഭാരമുള്ള വളരെ വലിയ ഹാമറുകൾ ഉണ്ടാകും. സോ അതിനെ നമ്മൾ സ്ലെഡ്ജ് ഹാമർ എന്ന് പറയുന്നുണ്ടാവുക. അത് സ്മിത്തി വർക്കുകൾ, ഫോർജിങ് വർക്കുകളിലൊക്കെയാണ് പൊതുവെ യൂസ് ചെയ്തിട്ടുണ്ടാവുക കേട്ടോ. അത് ഓർത്തിരുന്നാൽ മതി. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. വിച്ച് ഹാമർ ഈസ് യൂസ്ഡ് ഫോർ ഷീറ്റ് മെറ്റൽ വർക്ക്? ഷീറ്റ് മെറ്റൽ പ്രീവിയസ് ക്വസ്റ്റൻ ആണ്. ഷീറ്റ് മെറ്റൽ വർക്കുകൾക്ക് യൂസ് ചെയ്യുന്ന ഹാമർ ഏതാണ്? ബോൾ പിൻ ഹാമർ, ക്രോസ് പിൻ ഹാമർ, മാലറ്റ്, സ്ലെഡ്ജ് ഹാമർ. യെസ്, സംശയമുണ്ടല്ലേ? വീണ്ടും ഇവിടെ നോക്കിയേ, ഇതിനെ ഒന്നുകൂടെ നോക്കി. ബോൾ പിൻ ഹാമർ, ക്രോസ് പിൻ ഹാമർ, മാലറ്റ് എന്നൊരു ചങ്ങായി അവിടെ കിടപ്പുണ്ട്, കണ്ടോ? മാലറ്റ്. സോ ഷീറ്റ് മെറ്റൽ വർക്കില് യൂസ് ചെയ്യുന്ന ഹാമർ എന്ന് പറയുന്നത് ബേസിക്കലി എന്താണ്? മാലറ്റ് അല്ലേ? സംശയമുണ്ടോ? ആലോചിച്ച് നോക്കേ. ഷീറ്റ് മെറ്റൽ വർക്ക്, നമ്മൾ ഷീറ്റ് മെറ്റലൊക്കെ പോയിട്ട് നമ്മൾ ചെയ്തത് തടി കൊണ്ടുള്ള ഒരു
ഹാമർ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. എന്താണ് ഹാമറിങ് പർപ്പസുകൾക്ക് യൂസ് ചെയ്യുന്നു അല്ലെ. അതിന് നമ്മൾ മാലറ്റ് എന്നാണ് വിളിച്ചത്, മാലറ്റ്. യെസ്. അപ്പൊ ഇവിടെ ഉത്തരം എന്താ? അപ്പൊ കൺഫ്യൂസിങ് ആവാനുള്ള സാധ്യത കൂടുതലല്ലേ. നമുക്ക് ആദ്യം തന്നെ ബോൾ പിൻ ഹാമർ കിടക്കുന്നു, നമ്മൾ മനസ്സിൽ എപ്പോഴും ബോൾ പിൻ ഹാമർ ആയി കിടക്കുന്നുണ്ടാവുക. യെസ്, നമുക്ക് ആ ഒരു ഉത്തരത്തിലേക്ക് പോകും, സ്വാഭാവികമാണ്. അത് നമ്മൾ എന്താണ് ഇത്തരത്തിൽ പ്രാക്ടീസ് ചെയ്തേ മാറ്റാൻ പറ്റുള്ളൂ കേട്ടോ. അതിനകത്ത് പേടിക്കേണ്ട കാര്യമില്ല, അതുകൊണ്ട് അത് മാറും. അപ്പൊ ഇവിടെ ശ്രദ്ധിച്ചോളൂ, ഇവിടെ ഉത്തരം എന്താണ്? ഷീറ്റ് മെറ്റൽ വർക്കുകളിൽ യൂസ് ചെയ്യുന്ന ഹാമർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാലറ്റ് ഉണ്ടോ എന്ന് ശ്രദ്ധിക്കുക. മാലറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് മാലറ്റ് തന്നെ കൊടുക്കാം. മാലറ്റ് ഇസ് മെയ്ഡ് അപ്പ് ഓഫ് ഹാർഡ് വുഡ്. അത്തരത്തിൽ ഹാർഡ് വുഡുകൊണ്ടൊക്കെ മാലറ്റ് നിർമ്മിച്ചിട്ടുണ്ടാകും. മറ്റൊരു ചോദ്യം, എ ഹാമർ ഫേസ് ഷുഡ് ബി, ഹാമറിന്റെ ഫേസ് ഉണ്ടല്ലോ, ഫേസ് ഷുഡ് ബി സോഫ്റ്റ് ആൻഡ് റഫ്, ഹാർഡ് ആൻഡ് പോളിഷ്ഡ്, സ്മൂത്ത് ആൻഡ് സ്ലൈറ്റ്ലി കോൺവെക്സ്, ഫ്ലാറ്റ് ആൻഡ് ഷാർപ്പ്. ഹാമറിന്റെ ഫേസ്. യെസ്, ഡിവിൻ, റോണി, ജിതിൻ, അവർക്ക് സംശയമൊന്നുമില്ല, എല്ലാവർക്കും ഒരേപോലെ തന്നെ ആ ഒരു ക്വസ്റ്റ്യൻ കിട്ടുന്നുണ്ട്. യെസ്, റൈറ്റ് ആൻസർ ആണ് സ്മൂത്ത് ആൻഡ് സ്ലൈറ്റ്ലി കോൺവെക്സ് അല്ലെ. ഇത്തരത്തിൽ ചെറിയൊരു കോൺവെക്സ് അല്ലെ, കോൺവെക്സ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. കോൺവെക്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ചെറിയൊരു തള്ളല്, ഇത്തരത്തിലുള്ള ഒരു കോൺവെക്സിറ്റി കൊടുക്കേണ്ടതായിട്ടുണ്ട് അല്ലെ. ഇത്തരത്തിൽ ആ ഒരു ഫേസ് ഇങ്ങനെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു എന്താണ് ആ ഒരു ഫേസ് ഒരു ചെറിയ കോൺവെക്സിറ്റി കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതിനെയാണ് നമുക്ക് കോൺവെക്സിറ്റി കൊടുക്കാനായിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം. അത് ഡിഗിങ്, അൺവാണ്ടഡ് ആയിട്ടുള്ള ഡിഗിങ് ഒക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ കോൺവെക്സിറ്റി കൊടുക്കുന്നുണ്ടാവുക. സോ ഹാമർ ഫേസ് ഷുഡ് ബി സ്മൂത്ത് ആൻഡ് സ്ലൈറ്റ്ലി കോൺവെക്സ്. റൈറ്റ് ആൻസർ ആണ്. മറ്റൊരു ചോദ്യം, the weight of hammer is stamped on, the weight of hammer is stamped on head, face, cheek, shoulder. യെസ്, സംശയമൊന്നുമില്ല, ചീക്ക് തന്നെയാണ്. ഓൾറെഡി നമ്മൾ കണ്ടു അല്ലെ. ചീക്ക് എന്ന് പറയുന്ന പോർഷൻ സോഫ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഹാർഡൻ ചെയ്യാതിരിക്കുന്ന ഒരു പോർഷൻ ആയിരിക്കും. അവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക, എന്തെങ്കിലും തരത്തിലുള്ള വെയിറ്റോ അല്ലെങ്കിൽ കമ്പനിയുടെ പേരോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ സ്റ്റാമ്പ് ചെയ്യാൻ കഴിയുന്ന ഒരു പോർഷൻ ചീക്ക് പോർഷൻ ആണ്. സംശയമൊന്നുമില്ല. സോ cheek, the middle portion of the hammer head, weight of hammer is stamped here. The portion of hammer head left soft ആയിട്ട് ഇട്ടിരിക്കുന്ന ഒരു പോർഷനും ഈ പറയുന്ന ചീക്ക് എന്ന് പറയുന്ന പോർഷനാണ്. യെസ്, അപ്പൊ അത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം ഇതാണ്, വെയിറ്റ് ഓഫ് എഞ്ചിനീയേഴ്സ് ഹാമർ നോർമലി യൂസ്ഡ് ഫോർ മാർക്കിംഗ് പർപ്പസ്. മറ്റൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ, വെയിറ്റ് ഓഫ് എഞ്ചിനീയേഴ്സ് ഹാമർ നോർമലി യൂസ്ഡ് ഫോർ മാർക്കിംഗ് പർപ്പസ്. യെസ് 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 യെസ്. അപ്പോ അതിനകത്ത് യാതൊരു സംശയമില്ല, എല്ലാവർക്കും ഒരേ ഉത്തരം തന്നെയാണ്, ഒരേ സ്വരം തന്നെയാണ്. ഓപ്ഷൻ എ ആണ്, ദാറ്റ് ഈസ് 250 ഗ്രാം. 250 ഗ്രാം ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. യെസ്. അപ്പൊ അത്തരത്തിൽ എസ്പെഷ്യലി ഫോർ മാർക്കിംഗ് പർപ്പസ് നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഒരു എഞ്ചിനീയേഴ്സ് ഹാമറിന്റെ വെയിറ്റ് 250 ഗ്രാം തന്നെയാണ്. നോർമലി ഇതിന്റെ വെയിറ്റ് വേരി ചെയ്യുന്നുണ്ടാകും 125 ഗ്രാം ടു 1500 ഗ്രാം വരെ പോകാറുണ്ട്. എന്നാൽ ചെറിയ ബുക്കിൽ, ചില ബുക്കുകളിൽ 125, 750 എന്നും കാണുന്നുണ്ട്. പക്ഷെ കുറച്ചുകൂടി ആപ്റ്റ് ആയിട്ടുള്ള ഉത്തരം 1500 ഗ്രാം തന്നെയാണ്. ഓക്കെ, അപ്പോ ഇത് പൊതുവെ എന്താണ് എഞ്ചിനീയേഴ്സ് ഹാമേഴ്സിന്റെ ഒരു വെയിറ്റ് റേഞ്ച് ആണ് 125 to 1500 എന്ന് പറയുന്നത്. അതിൽ തന്നെ എസ്പെഷ്യലി മാർക്കിംഗ് പർപ്പസുകൾക്ക് യൂസ് ചെയ്യുന്ന എഞ്ചിനീയേഴ്സ് ഹാമേഴ്സിന്റെ വെയിറ്റ് എത്രയാണെന്നുള്ളത് ചോദിക്കാറുണ്ട്. അത് 250 ഗ്രാം ആണെന്നുള്ളത് കൂടി ഓർത്തിരിക്കാം. സോ ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം ഇതാണ്, ടൂൾ മേക്കേഴ്സ് വൈസുമായി ബന്ധപ്പെട്ട്. അപ്പോൾ വൈസ് എന്ന് പറയുന്ന ടോപ്പിക്കിലേക്ക് നമുക്ക് വരാം. അപ്പോൾ ഹാമർ എന്ന് പറയുന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ്, മാക്സിമം നമ്മൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ചോദ്യ രൂപേണയാണ് നമ്മൾ ഇവിടെ ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തത്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഹാമർ എന്ന് പറയുന്ന പോർഷനുമായി ബന്ധപ്പെട്ട് നമുക്ക് മാക്സിമം ക്വസ്റ്റ്യൻസും അല്ലെങ്കിൽ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ, നമ്മളുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂ ആണ് കേട്ടോ, നമ്മളുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂ ആണ്. ഫോർ എക്സാമ്പിൾ മാലറ്റ് എന്ന് പറയുന്ന ആ ഒരു സംഗതി കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ഷീറ്റ് മെറ്റലിൽ പഠിക്കുന്നുണ്ടാകും, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ട്രേഡുകളിൽ കൂടുതലായിട്ട് പഠിക്കുന്നുണ്ടാകും, അല്ലെങ്കിൽ കുറച്ചുകൂടെ അത്ര ഡെപ്തിലേക്ക് നമുക്ക് പോകേണ്ട. അതുകൊണ്ടാണ് നമ്മൾ അത്ര ആ ഒരു ഏരിയയിലേക്ക് നമ്മൾക്ക് പോകാഞ്ഞത്. അപ്പൊ നമുക്ക് വളരെ ബേസിക് ആയിട്ട് ബോൾ പിൻ ഹാമർ, നമ്മൾ ഇത്തരത്തിൽ വെൽഡിങ്ങുമായി ബന്ധപ്പെട്ട് നമ്മൾ അല്ലെങ്കിൽ ആസ് എ വെൽഡർ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ടോപ്പിക്കുകളായി ഹാൻഡ് ടൂൾസുകളാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നുണ്ടാവുക കേട്ടോ. ഓക്കെ, ഫൈൻ. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഓക്കെയാണെന്ന് കരുതുന്നു. മറ്റൊരു ഏരിയയിലേക്ക് നമുക്ക് പോകാം. മറ്റൊരു ഏരിയ കൂടുതൽ ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ള മറ്റൊരു ഏരിയ, അതായത് നമ്മളുടെ 3 മാർക്ക്, ഈ പറയുന്ന 3 മാർക്ക് നമ്മളുടെ ഭാഗത്തു നിന്നും പോകരുത്. ഓക്കെ, ഓരോ മാർക്കും ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളിപ്പോൾ ഒന്നാമത്തെ മൊഡ്യൂളിൽ നമ്മൾ പഠിക്കേണ്ട 3 മാർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് 3 മാർക്കും നമുക്ക് ലഭിക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് ഈ ഒരു സെഷൻ കഴിയുമ്പോൾ ഈ 3 മാർക്ക് നമുക്ക് കിട്ടണം. ഓക്കെ, ഫൈൻ.
അപ്പോ ചോദ്യം ഇതാണ്, ടൂൾ മേക്കേഴ്സ് വൈസ് എന്ന് പറയുന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ടാണ്. ടൂൾ മേക്കേഴ്സ് വൈസ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ഡാഷ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണ് ചോദ്യം. സ്റ്റെയിൻലെസ് സ്റ്റീൽ, മീഡിയം കാർബൺ സ്റ്റീൽ, ഹൈ കാർബൺ സ്റ്റീൽ, ലോ കാർബൺ സ്റ്റീൽ. സോ ഇവിടെ ഒരു കൺഫ്യൂഷൻ കാണുന്നുണ്ട്, ഉത്തരങ്ങളിൽ ഒരു കൺഫ്യൂഷൻ കാണുന്നുണ്ട്, വേരിയേഷൻ കാണുന്നുണ്ട്. ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിച്ച എല്ലാവരും. യെസ്, ഓപ്ഷൻ ഡി ലോ കാർബൺ സ്റ്റീൽ എന്ന് ഇതിന് പറഞ്ഞിട്ടുണ്ട്. ടൂൾ മേക്കേഴ്സ് വൈസ്. അപ്പൊ ടൂൾ മേക്കേഴ്സ് വൈസ് എന്ന് പറയുമ്പോൾ ഓക്കെ, അത്യാവശ്യം പ്രിസൈസ് ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ കഴിയേണ്ട, അല്ലെ? നമുക്കറിയാം ടൂൾ മേക്കേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ പ്രിസൈസ് ആയിട്ടുള്ള വർക്കുകൾ ഹോൾഡ് ചെയ്യാനും പ്രിസിഷൻ ആയിട്ടുള്ള ഒരു ടൂൾ ആണ് ബേസിക്കലി അവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ടൂൾ മേക്കേഴ്സ് വൈസ് ഇസ് മെയ്ഡ് അപ്പ് ഓഫ് ഓപ്ഷൻ എ സ്റ്റെയിൻലെസ് സ്റ്റീൽ, ഓപ്ഷൻ ബി മീഡിയം കാർബൺ സ്റ്റീൽ, ഹൈ കാർബൺ സ്റ്റീൽ, ലോ കാർബൺ സ്റ്റീൽ. യെസ്, റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ലോ കാർബൺ സ്റ്റീൽ. ലോ കാർബൺ സ്റ്റീൽ, ഓക്കെ, അല്ലെങ്കിൽ മൈൽഡ് സ്റ്റീൽ എന്ന് പറയാം. ലോ കാർബൺ അല്ലെങ്കിൽ ലോ കാർബൺ അല്ലെങ്കിൽ മൈൽഡ് സ്റ്റീൽ എന്ന് പറയാം. സംശയമുണ്ടോ? ക്ലിയർ ആണേ? അപ്പോ ടൂൾ മേക്കേഴ്സ് വൈസ് ഇസ് മെയ്ഡ് അപ്പ് ഓഫ്, എല്ലാം കൊടുത്തിരിക്കുന്ന സ്റ്റീലാണ്. സ്റ്റെയിൻലെസ് സ്റ്റീൽ, മീഡിയം കാർബൺ സ്റ്റീൽ, ഹൈ കാർബൺ സ്റ്റീൽ, ലോ കാർബൺ സ്റ്റീൽ, അല്ലെ? അപ്പൊ നമ്മുടെ ഉത്തരം എന്താ വരിക? ഉത്തരം എന്ന് പറയുന്നത് ലോ കാർബൺ അല്ലെങ്കിൽ മൈൽഡ് സ്റ്റീലാണ് ഉത്തരമായിട്ട് വരിക. മൈൽഡ് സ്റ്റീൽ. അപ്പോൾ ഈ ചിത്രത്തിൽ കൊടുത്തിരിക്കുന്ന സംഗതിയാണ് ടൂൾ മേക്കേഴ്സ് വൈസ് എന്ന് പറയുന്നത്. ടൂൾ മേക്കേഴ്സ് വൈസ്. അപ്പൊ നമ്മളുടെ മെഷീൻ വൈസ് ഉണ്ടാകും, അതുപോലെ ഇത്തരത്തിൽ ടൂൾ മേക്കേഴ്സ് വൈസ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അത് കുറച്ചുകൂടെ പ്രിസൈസ് ആയിട്ടുള്ള വർക്കുകൾക്കാണ് പൊതുവെ യൂസ് ചെയ്യുന്നുണ്ടാവുക. ടൂൾ മേക്കേഴ്സ് വൈസ് ഈസ് യൂസ്ഡ് ഫോർ ഹോൾഡിംഗ് സ്മോൾ വർക്ക് ദാറ്റ് റിക്വയർസ് ഫൈലിംഗ്, ഡ്രില്ലിംഗ് ഫോർ മേക്കിംഗ് സ്മോൾ ജോബ്സ് ഓഫ് സർഫസ് പ്ലേറ്റ്, അല്ലെ? അപ്പോൾ പൊതുവെ അത് യൂസ് ചെയ്തിട്ടുണ്ടാവുക ഏത് മെറ്റീരിയലാണ്? മൈൽഡ് സ്റ്റീൽ കൊണ്ടാണ്. ടൂൾ മേക്കേഴ്സ് വൈസ് ഈസ് അക്യുറേറ്റ്ലി മെഷീൻ ചെയ്തിട്ടുള്ള പ്രിസിഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്ന ഒരു വൈസ് തന്നെയാണ് ടൂൾ മേക്കേഴ്സ് വൈസ്. ക്ലിയർ ആണേ? അപ്പൊ തന്നിരിക്കുന്ന വൈസിൽ നമുക്ക് ആക്യുറേറ്റ്ലി മെഷീൻ ചെയ്യേണ്ടതായിട്ടുള്ളത് ഏതാണ്? ദാറ്റ് ഈസ് ടൂൾ മേക്കേഴ്സ് വൈസ്, അല്ലെ? അത് കുറച്ചുകൂടെ പ്രിസൈസ് ആയതുകൊണ്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. മൈൽഡ് സ്റ്റീൽ അല്ലെങ്കിൽ ലോ കാർബൺ സ്റ്റീൽ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു. അത് മാത്രമേ നമുക്ക് പഠിക്കേണ്ടതായിട്ടുള്ളൂ, മനസ്സിലാക്കേണ്ടതായിട്ടുള്ളൂ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം ഇതാണ്, ജനറലൈസ് ചെയ്തിട്ടുള്ള ചോദ്യം. ദ ഹൈറ്റ് ഓഫ് ദ വൈസ് ടോപ്പ് ഷുഡ് ബി ഡാഷ്. വൈസിന്റെ ടോപ്പ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ മുകൾ ഭാഗം, അതിന്റെ ഹൈറ്റ് എങ്ങനെയായിരിക്കണം വേണ്ടുന്നത്? ദ ഹൈറ്റ് ഓഫ് ദ വൈസ് top should be, option A 5 cm to 8 cm below the elbow height of the operator, 5 cm to 8 cm above height of the operator, just at elbow level, none of the above. Yes, option C തന്നിരിക്കുന്നു just at elbow level. Okay, അപ്പോൾ ഇവിടെ ഉത്തരം വരാൻ ശ്രദ്ധിച്ചോളൂ. ഉത്തരം എന്താണ്? ഹൈറ്റ് ഓഫ് ദ വൈസ് ടോപ്പ് ഷുഡ് ബി, വളരെ ചെറിയ, ഏകദേശം 5 സെന്റിമീറ്റർ ടു 8 സെന്റിമീറ്റർ, അല്ലെ? 5 സെന്റിമീറ്റർ ടു 8 സെന്റിമീറ്റർ ബിലോ ദ എൽബോ ഹൈറ്റ് ഓഫ് ദ ഓപ്പറേറ്റർ. ഇത്തരത്തിൽ ആ ഒരു വൈസിന്റെ ടോപ്പ് പോർഷൻ എന്ന് പറയുന്നത് 5 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ ചെറിയൊരു വാല്യൂ ആണ്. അപ്പൊ അതുകൊണ്ടൊന്ന് മനസ്സിലാക്കി വെച്ചോളൂ. അപ്പോൾ 5 മുതൽ 8 സെന്റിമീറ്റർ ബിലോ ദ എൽബോ ഹൈറ്റ് ഓഫ് ദ ഓപ്പറേറ്റർ. എൽബോ ഹൈറ്റ് എല്ലായ്പ്പോഴും എൽബോയ്ക്ക് താഴെ നിൽക്കണം, പക്ഷെ ഇവിടെ ഒരു സെന്റിമീറ്റർ എടുത്ത് പറയുന്നുണ്ട്. എൽബോയ്ക്ക് താഴെ ലെവലിൽ മെയിൻറ്റെയിൻ ചെയ്യണം, അല്ലെ? ആ ഒരു താഴെ ലെവലിലായിരിക്കണം മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. അപ്പോ ലൈക്ക് ജസ്റ്റ് അറ്റ് എൽബോ ലെവൽ അല്ല, ലെവലാണ് കേട്ടോ, എൽബോ ലെവൽ. അതുപോലെ തന്നെ ശ്രദ്ധിച്ചോളൂ. അപ്പൊ ഇവിടെ ഉത്തരം എന്താ വരിക? 5 സെന്റിമീറ്റർ ടു 8 സെന്റിമീറ്റർ ബിലോ എൽബോ ഹൈറ്റ് ഓഫ് ദ ഓപ്പറേറ്റർ എന്നുള്ളത് ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഓപ്ഷൻ എ ആണ് മനസ്സിലേക്ക് കൊണ്ടുവരേണ്ടത്. ഓക്കെ, അത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഫൈൻ. എല്ലാവർക്കും ഓക്കെ ആണല്ലോ. സോ അടുത്ത സെഷനിൽ നമുക്ക് മറ്റൊരു മോഡ്യൂളുമായിട്ട് കാണാം. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, ഫൈൻ. താങ്ക് യു.